السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസം നമ്മൾ 281 ആയത്ത് വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 282 തുടങ്ങാം. രണ്ട് ദിവസം എടുക്കേണ്ടി വരും എന്തായാലും 282 നമുക്കിന്ന് തുടങ്ങി വെക്കാം ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം സൂറത്തുൽ ബഖറ ഖുർആനിലെ ഏറ്റവും ലോങ്ങസ്റ്റ്, ഏറ്റവും വലിയ നീളം കൂടിയ സൂറത്താണ്. അതേപോലെ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും നീളം കൂടിയ ആയത്താണ് സുബ്ഹാനല്ലാഹ് ഈ 282 ആയത്ത്. നമുക്ക് ആയത്തിന്റെ പേരും എല്ലാവർക്കും അറിയായിരിക്കും. ആയത്ത് ദെയിൻ അല്ലെ. ദെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവുമായിട്ട് ഡെപ്റ്റ്, ലോൺ. ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ നാട്ടിൽ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയുള്ള ലോണാണ്. പക്ഷെ ലോൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കടം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഡെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന, കടത്തെ കുറിച്ച് സംസാരിക്കുന്ന ആയത്താണ് ആയത്തുദ്ദീൻ അല്ലെ. പൊതുവേ നമ്മൾ ഏതൊരു നിയമം, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സ്വതക്കയെ കുറിച്ച് കുറെ ആയത്തുകൾ പറഞ്ഞു, റിബയെ കുറിച്ച് ഒരു 3-4 ആയത്ത് പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ കടത്തിനെ കുറിച്ച് ഒരൊറ്റ ആയത്തെ പറയുന്നുള്ളൂ. അപ്പം ഒരു ആയത്തിലേ ഉള്ളൂ ഇതിന്റെ ലെസൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ആയത്ത് ഖുറാനിൽ മുസ്ഹഫിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ പേജ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാം ആ ഒരു ദൈനിനെ കുറിച്ച് ഏകദേശം പറയേണ്ട, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണോ അത് മൊത്തം ഈ ഒരു ആയത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കടം അല്ലെങ്കിൽ ഡെപ്റ്റ്. നമ്മളിപ്പം ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുടെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ റിബയെ കുറിച്ച് സംസാരിച്ചു. അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു അല്ലെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ അള്ളാഹു പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിന് ബറക്ക നൽകുന്നുണ്ട്, ആ പണത്തെ അള്ളാഹു അനുഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. സ്വതക്ക അല്ലെ, സ്വതക്കയുടെ ധനത്തെ അള്ളാഹു എന്താക്കുന്ന യുർബിസ് സ്വതക്കത്ത് അല്ലെ, അത് വർദ്ധിപ്പിക്കുന്നു, അതിനകത്ത് ധാരാളമായിട്ട് ബറക്ക നൽകുന്നു നമ്മൾ കണ്ടു. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലെ. എന്താണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത? അള്ളാഹു നശിപ്പിച്ച് കളയുന്ന ഹഖ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? റിബ അല്ലെ, പലിശ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പണത്തെ അള്ളാഹു നശിപ്പിച്ച് കളയും. നമ്മൾക്ക് ഈ ബറക്ക എന്ന് പറയുന്നതും അതിന്റെ ബറക്കത്തിനെ നശിപ്പിച്ച് കളയാന്ന് പറയുന്നത് നമുക്കൊരു പക്ഷെ കണ്ണുകൊണ്ട് കാണാനോ ടച്ച് ചെയ്ത് അറിയാനോ കണക്ക് പറഞ്ഞാൽ ബോധിപ്പിക്കാനൊന്നും പറ്റാത്തൊരു കാര്യം. പക്ഷെ അനുഭവം കൊണ്ട് അൽഹംദുലില്ലാ നമുക്കൊക്കെ ഒരുപാട് അല്ലെ സ്വതക്ക കൊടുക്കുന്ന പണത്തിന്റെ വർധനവും പലിശ തൊട്ട് കഴിഞ്ഞാലുള്ള പണത്തിൽ വരുന്ന നാശവും അല്ലെ, ആ ഒരു ബറക്കത്ത് അള്ളാഹു എടുത്ത് കളയുന്നതും ഒക്കെ അനുഭവം കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവം കൊണ്ടും നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഒരിക്കലും ആവശ്യങ്ങൾ തീരാത്ത അല്ലെങ്കിൽ പ്രയാസങ്ങൾ തീരാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും, എന്നാൽ സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക്, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെന്നെ ഇല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾക്ക് ഒരു എളുപ്പവും നമ്മൾ കാണുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ചാരിറ്റി അല്ലെങ്കിൽ സ്വതക്ക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അള്ളാഹു അപ്രൂവ് ചെയ്യുന്ന കാര്യമാണ്, അള്ളാഹു പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ റിബ എന്ന് പറയുമ്പോൾ, അതായത് ഒരാൾക്ക് ഒരു കടം കൊടുക്കുന്നതിന് അയാൾക്ക് ഒരു ചാർജ് ചുമത്തുക, അയാളുടെ മേലിൽ ഒരു എക്സ്ട്രാ പൈസ ചുമത്തുക അല്ലെ, അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ ലോൺ അല്ലെങ്കിൽ കടം എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പുറത്തെ സൈഡിൽ സ്വതക്ക അല്ലെങ്കിൽ ചാരിറ്റി, അപ്പുറത്തെ സൈഡിൽ ആ ഒരു സെയിം സാധനം, അതായത് രണ്ടും ആവശ്യക്കാരന് കൊടുക്കുന്നതാണ് അല്ലെ. സ്വതക്ക എന്ന് പറയുന്നത് എന്താണ്? ആവശ്യക്കാരന് കൊടുക്കുന്നതാണ്. പലിശ എന്ന് പറയുന്നത് എന്താണ്? ആവശ്യക്കാരന് കൊടുത്തിട്ട് അവനിൽ നിന്ന് എക്സ്ട്രാ പൈസ ഈടാക്കുകയാണ്. അപ്പം ഈ കടം എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കാണ്. ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ, അവരിൽ നിന്നൊന്നും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ, അവർക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ബർഡനും ചുമത്താതെ നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കുന്നതാണ്. പലിശ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് എക്സ്ട്രാ പൈസ ഇങ്ങോട്ട് വാങ്ങുന്നതാണ്. എന്നാൽ ഇതിന് രണ്ടിന്റെ ഇടയ്ക്കാണ് ലോൺ എന്ന് പറഞ്ഞത്. ലോൺ എന്ന് പറയുന്നത് നമുക്കൊരാൾക്ക് കടം കൊടുക്കണം, അയാൾക്ക് കടം കൊടുക്കുന്നു, പക്ഷേ അയാളുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു വാങ്ങും. അതായത് അത് ഫ്രീ ആയിട്ട് സ്വതക്ക പോലെ വിട്ടേക്കുകയല്ല, എന്നാൽ അത് കൊടുത്തതിന്റെ പേരിൽ അയാളിൽ നിന്ന് ഒരു പണം അല്ലെങ്കിൽ ഒരു ചാർജ് ചുമത്തുന്നതും അല്ല. അതിന്റെ രണ്ടിന്റെയും ഇടക്ക് ഉള്ള കാര്യമാണ് കടം എന്ന് പറയുന്നത്. അപ്പോൾ
കടത്തിനും എന്തൊക്കെയോ നിയമങ്ങൾ ഉണ്ടാവും അല്ലെ, ഒരു പ്രോപ്പർ വേ ഓഫ് ഗിവിങ് കടം അല്ലെ, കടം കറക്റ്റായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടത്, അങ്ങനെയൊക്കെ നിയമങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണ് കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കടം വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട എന്താണ് നിയമങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആയത്തിനകത്ത് വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയും അല്ലെ, അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കടം വാങ്ങേണ്ടതായ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് കടം വാങ്ങേണ്ടതായ സാഹചര്യത്തിൽ എത്തിക്കാം. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, എൻ്റെ കയ്യിലുള്ള പൈസ തികയില്ല, അപ്പൊ ആരോടെങ്കിലും വാങ്ങണം. അതിന് പൈസ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, വേറെ എന്തെങ്കിലും ആവാം അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സോ ഈവൻ ഒരു വണ്ടി അല്ലെ, നമുക്ക് എവിടെയെങ്കിലും പോകണം, ഒരു വണ്ടി കടം വാങ്ങേണ്ട ഒരു സാഹചര്യങ്ങളിൽ വന്നേക്കാം. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമ്മൾ വേറൊരാളിൽ നിന്ന് നമ്മളുടെ ആവശ്യം തൽക്കാലത്തേക്ക് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്ന പോലെയുള്ള സാഹചര്യം ഉണ്ടായേക്കാം. അപ്പം എടുക്കുന്ന പൈസ നമുക്ക് എന്താണ്, ആ തരുന്ന ആൾക്ക് അങ്ങനെ അത് ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഒരു കാറ് വേണം എന്ന് പറയാം. അപ്പം തരുന്ന ആൾ ചോദിക്കാം, ഇല്ല കുഴപ്പമില്ല, നീ ആ കാർ അങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ സ്വന്തമായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ അത് സ്വതക്കയായി. പക്ഷെ നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു തരാന്ന് പറയുമ്പോൾ അത് കടമായി. ഓക്കെ, അപ്പം എന്നാ നീ ആ കാർ എടുക്കുകയല്ലേ, നീ എനിക്ക് അതിന്റെ അതായത് അത് തിരിച്ചു തന്നിട്ട് കുറച്ച് പൈസയും കൂടെ എക്സ്ട്രാ തരാന്ന് പറയുമ്പോൾ അതെന്തായി അവിടെ എന്താണ്, ഇപ്പൊ കാറിന്റെ കാര്യം അത് കൺഫ്യൂഷൻ ആവും. പൈസയുടെ കാര്യം തന്നെ, പൈസ ചോദിച്ചു, പൈസ തിരിച്ചു തരുന്നു, നിനക്ക് ഞാൻ പൈസ തന്നല്ലോ, എന്നാൽ നീക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലിശ. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി മാറ്റി പറയുന്നത് കേട്ടോ. അപ്പം ലോൺ അല്ലെങ്കിൽ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ നിയമങ്ങൾ. ഇനി ആ നിയമങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഖുർആനിലുള്ള ഏറ്റവും വലിയ ആയത്ത് അല്ലെ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? കടത്തിനെ കുറിച്ച്. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സാമ്പത്തിക ഇടപാടാണെങ്കിൽ പോലും എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റൂല അല്ലെ. സാമ്പത്തിക ഇടപാടാണെങ്കിൽ പോലും അതിനും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കിതാ ശരിയും തോന്നുന്നുണ്ടല്ലോ എന്ന് വെച്ച് ചെയ്യാൻ പറ്റില്ല. അള്ളാഹ്ക്ക് എന്താ വേണ്ടത്, അള്ളാഹ് എന്താ കൽപ്പിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് സാമ്പത്തിക ഇടപാടുകൾക്കും ഉണ്ടെന്നുള്ളത് അല്ലെ. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് വെറുതെ നിങ്ങൾ നിസ്കരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നല്ല സ്വഭാവം കാണിക്കുക അല്ലെങ്കിൽ കുറച്ച് നോമ്പെടുക്കുന്ന മാത്രം പറയുന്ന ദീനല്ല. നമ്മളെ ദീൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ദീനാണ് അല്ലെ. എല്ലാ കാര്യങ്ങളിലും ഒരു ഗൈഡൻസ്, ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇതാക്കണം അല്ലെങ്കിൽ അതാക്കണം എന്നുള്ള ആ ഒരു നിയമം എല്ലാ കാര്യത്തിലും ഉണ്ട്. സാമ്പത്തിക ഇടപാടിലേക്ക് വരുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ, എന്തെങ്കിലും ഒരു സാധനം വിൽക്കുമ്പോൾ, എന്തെങ്കിലും കടം കൊടുക്കുമ്പോൾ, എന്തെങ്കിലും കടം വാങ്ങുമ്പോൾ അതിനൊക്കെ റൂളുകളുണ്ട് അല്ലെ. എങ്ങനെ അതും ഒരു ഇബാദത്തായി മാറും ആ റൂളുകൾ അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ. നമ്മളൊരു കടം കൊടുക്കുകയാണെങ്കിൽ പോലും അത് അള്ളാഹ് പറയുന്നത് പോലെ ചെയ്യുമ്പോൾ അത് ഇബാദത്തായി മാറും, അതിന് പ്രതിഫലം കിട്ടും. കടം വാങ്ങുകയാണെങ്കിൽ പോലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനനുസരിച്ച് ചെയ്യുമ്പോൾ അതും ഒരു ഇബാദത്തായിട്ട് മാറും. അപ്പം ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ അത് ഇബാദത്തായി മാറാനുള്ള ഒരു അവസരം. നമ്മൾ ത്വലാഖിന്റെയും വിവാഹത്തിന്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഓരോ സാഹചര്യത്തിലും നമ്മൾ പറഞ്ഞത് ഇതാണ് അല്ലെ. നമ്മളൊക്കെ പൊതുവെ വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്ന ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ ത്വലാഖ് അല്ലെ. പക്ഷെ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിയമങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ അവിടെയും അതിനെ ഇബാദത്താക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു, മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറുമ്പോൾ പോലും അതിനെ ഇബാദത്താക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അഖ്ലാഖിന്റെ സ്വഭാവ രൂപീകരണത്തിൽ, ഇബാദത്തിൽ, അമൽ എന്താണ് നമസ്കാരങ്ങളിലൊക്കെ എങ്ങനെ നിയമങ്ങൾ തന്നു, അതേപോലെ മുആമലാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു മനുഷ്യൻ മറ്റു മനുഷ്യന്മാരിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും നിയമങ്ങളുണ്ട്. ആൻഡ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത് അല്ലെ. പണം മനുഷ്യന്മാരുടെ ഇടയിൽ ഇടപഴകലുകളുടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പലപ്പോഴും അല്ലെ നമ്മൾ ഒരാളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ പൈസ വാങ്ങുക, ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റ് വാങ്ങുക അല്ലെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെയൊക്കെ മനുഷ്യന്മാരുമായിട്ടുള്ള ഡീലിങ്ങുകളിൽ വരാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം പൈസയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പൈസയുടെ ഓരോ സ്റ്റേജിലും, അത് സമ്പാദിക്കുന്ന കാര്യത്തിലാണെങ്കിലും ചെലവഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഡീൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ തന്നിട്ടുള്ളത്. എന്തുകൊണ്ടാ? നമ്മൾ അതിനെ ഉപയോഗിച്ച് അത് കാരണം നമ്മൾ അനീതി ചെയ്യരുത്, അല്ലെങ്കിൽ അത് കാരണം ഒരു മനുഷ്യനും സഫർ ചെയ്യാൻ, ഭാരിച്ച വിഷമം പ്രയാസം അനുഭവിക്കാൻ കാരണമാവരുത്.
ഓക്കെ, ഒരു മനുഷ്യനോടും പണം കാരണം ഉപദ്രവം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആ ഒരു സന്തുലിതാവസ്ഥ, ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തില് നിയമങ്ങൾ തന്നത്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ മാറ്റേഴ്സിലുള്ള നീതി അല്ലെങ്കിൽ ഫെയർ ആയിരിക്കാൻ, നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു രക്തസാക്ഷി അല്ലെ, ഒരു ഷഹീദായിട്ടുള്ള ഒരു വ്യക്തി പോലും അയാൾ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പങ്കെടുക്കുമ്പോൾ അയാളുടെ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഇസ്ലാമിന് വേണ്ടി വീഴുമ്പോൾ തന്നെ അയാളുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടും, ഒന്നൊഴികെ. എന്താണ്? അയാളുടെ കടം ഒഴികെ, അല്ലെ. നസൈയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഭയങ്കര കടുപ്പത്തിലാണ് പറയുന്നത്. അഹ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് തല ആകാശത്തേക്ക് ഉയർത്തുകയും തന്റെ കൈ നെറ്റിയിൽ വെച്ച് പ്രകാരം പറയുകയും ചെയ്തു, അള്ളാഹു എത്ര പരിശുദ്ധൻ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഈ ഇറക്കപ്പെട്ടത്. അപ്പം അദ്ദേഹം ചോദിക്കും, നബിയെ, അവർ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ചോദിക്കും, എന്താണ് താങ്കൾ പറഞ്ഞ ആ കനത്ത താക്കീത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അതായത് അള്ളാഹു ആണേ സത്യം, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയും വീണ്ടും ജീവിക്കുകയും വീണ്ടും കൊല്ലപ്പെടുകയും വീണ്ടും ജീവിക്കുകയും വീണ്ടും കൊല്ലപ്പെടുകയും പിന്നീട് അയാൾ കടമുള്ളവനായിരിക്കെ കൊല്ലപ്പെടുകയും, അതായത് 3 പ്രാവശ്യം ഷഹീദായി കഴിഞ്ഞാലും അയാളിൽ നിന്ന് ആ കടം വീട്ടപ്പെടാതെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഷഹീദിന്റെ കാര്യമാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലെ. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് പണത്തിന്റെ ഡീലിങ്സിൽ, എസ്പെഷ്യലി കടത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ദീൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ല ദീൻ, കടം ഒഴിച്ചുള്ള എല്ലാ പാപങ്ങളും രക്തസാക്ഷിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പൊ ഒരു രക്തസാക്ഷിയുടെ കാര്യത്തിൽ അത് ഇത്ര ഭാരമേറിയ ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം പൈസ എന്ന് പറയുന്നത്, അല്ലെ, ബിഗ് ഡീൽ തന്നെയാണ്. ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. ഓക്കെ, ഞാൻ ഭയങ്കര ദീനിയാണ്, അതുകൊണ്ട് പൈസന്റെ കാര്യത്തിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മറന്നേക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മറന്നേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈസ അങ്ങനെ വളർത്തി കാര്യമാക്കണ്ട എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ല, നമ്മളെ ദീനിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്ന് ആലോചിച്ചൊക്കെ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് പറഞ്ഞിരിക്കുന്നത് കടമിടപാടിനെ കുറിച്ചാണ്. അതിന്റെ ഒരു പ്രാധാന്യം എന്തായിരിക്കും അപ്പൊ, അല്ലെ. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മൾ പൈസ തൊട്ടിട്ടുള്ള കളി. സുബ്ഹാനല്ലാഹ്, അല്ലെ. അപ്പം വളരെ ബിഗ് 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 ഡീൽ തന്നെയാണെന്നുള്ളത് ഓർക്ക്, അതിനെ മറന്നു സാരില്ല, കുഴപ്പമില്ലാന്ന് വെക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് തൊടുമ്പോഴും പിടിക്കുമ്പോഴും എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിയമങ്ങളുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഹദീസ് നമ്മൾ പക്ഷേ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഞാൻ അതിന്റെ ഇത് കോട്ട് ചെയ്തിട്ടില്ല ഇവിടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുമ്പോൾ ഒരു ജനാസ കൊണ്ടുവരും, അല്ലെ. നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ജനാസ നമസ്കാരത്തിന് ലീഡ് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, ഈ വ്യക്തിക്ക് കടമുണ്ടോ? അപ്പം ഉണ്ടെന്ന് പറയും. എന്നാ നിങ്ങൾ പോയിക്കോ, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറയും. ആ കടം മടക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ കടം വീട്ടുന്നത് വരെ ഞാൻ നമസ്കരിക്കില്ല. അപ്പം അതിലകത്തൊരു സഹാബി എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറയും, അത് ഞാൻ തിരിച്ചു വീട്ടിക്കോളാം. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഒരു ജനാസ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കടത്തിൻ്റെത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഈവൻ ഒരു വ്യക്തി മരിക്കുമ്പം അയാളുടെ അവകാശങ്ങൾ അനന്തരാവകാശികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ മുമ്പ് അയാൾ എന്തെങ്കിലും കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം, അല്ലെ. അല്ലെങ്കിൽ അയാളുടെ വിചാരണ പോലും അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ അനന്തരാവകാശത്തിന്റെ എല്ലാ ആയത്തുകളും എവിടെ പറയുമ്പോഴും അവിടെ ഈ കടത്തിന്റെ ഒരു ക്ലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കാണാം. സൂറത്തുൻ നിസായിലെ പല സ്ഥലങ്ങളിൽ മിൻ ബഅദി വസിയ്യതി തൂസൂന ബിഹാ ഔ ദൈനിൻ, അല്ലെ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അയാളുടെ വസിയത്ത് വില്ല് ക്യാരി ഔട്ട് ചെയ്യുക, പിന്നെ അയാൾക്കൊരു കടമുണ്ടെങ്കിൽ അതും കൊടുത്തതിന് ശേഷമേ അയാളുടെ അനന്തരാവകാശം ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. സോ വെരി ഇമ്പോർട്ടൻറ്റ് കടത്തിന്റെ കാര്യം. ഓക്കെ, ഇനി ഒരു ട്രാൻസാക്ഷൻ, ഒരു സാമ്പത്തിക ഇടപാടെന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക, വാങ്ങുക, അല്ലെങ്കിൽ വാങ്ങുക, വിൽക്കുക എന്ന് പറയുമ്പം 2 തരത്തിലാണ് ട്രാൻസാക്ഷൻസ് വരിക, സാമ്പത്തിക ഇടപാടുകൾ. ഒന്ന് ഇമീഡിയറ്റ് ഓൺ ദ സ്പോട്ട് ട്രാൻസാക്ഷൻ,
ഓക്കെ, രണ്ട് തരത്തിലാണ് സാമ്പത്തിക ഇടപാടുകൾ വരിക. ഒന്ന് ഇമീഡിയറ്റ്, അതായത് ഓൺ ദ സ്പോട്ട്, ആ സ്പോട്ടിൽ വെച്ച് തന്നെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം. അതിപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങുകയാണ് അല്ലെ, സാധനം വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു, നമ്മൾ എന്താണോ വാങ്ങിയത് അതിനുള്ള പൈസ നമ്മൾ അപ്പം തന്നെ കൊടുക്കുന്നു. അതിന് ഓൺ ദ സ്പോട്ട് അല്ലെങ്കിൽ ഇമീഡിയറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ക്രെഡിറ്റിലുള്ള ട്രാൻസാക്ഷൻ. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നു, പക്ഷെ പൈസ പിന്നെ കൊടുക്കാം എന്നുള്ള ഒരു കച്ചവടങ്ങളിലൊക്കെ അതുപോലെ നടക്കാറുണ്ട്. ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങുക എന്ന് പറയും അല്ലെ, പേയ്മെന്റ് ഡിലേ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു പാർട്ടി, ഇനിയിപ്പം പേയ്മെന്റ് അല്ല എന്നൊക്കെ, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി ഓർഡർ ചെയ്തു, സപ്പോസ് ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ പൈസ അപ്പം തന്നെ കൊടുക്കും അല്ലെ, എന്നിട്ട് ഇന്ന ഡേറ്റിലാണ് നിങ്ങൾക്ക് ഇത് ഡെലിവറി ചെയ്യാന്ന് പറയും. അപ്പം ഏതെങ്കിലും ഒരു സൈഡ്, ഒന്നെങ്കിൽ ബയർ അല്ലെങ്കിൽ സെല്ലർ, വിൽക്കുന്ന ആള് അല്ലെങ്കിൽ വാങ്ങുന്ന ആള്, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു ഡിലേ, നമ്മൾ വിൽക്കുന്നതിലോ അല്ലെങ്കിൽ വാങ്ങുന്നതിലോ, സാധനത്തിലോ അല്ലെങ്കിൽ പൈസ, ഇനി പൈസ കൊടുത്ത് പൈസ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ. അപ്പം ഏതെങ്കിലും ഒരു തരത്തില് ഒരു ഡിലേ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഉണ്ടാവുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ ടൈപ്പ് ട്രാൻസാക്ഷൻ. ഓക്കെ, രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഇത് തന്നെ പൈസ കൊടുക്കുന്ന കാര്യത്തിലാവുമ്പോൾ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുക്കുന്നു അല്ലെ, ഒരു കൊല്ലം ഓരോ മാസം ഇത്ര ഇത്ര വെച്ചിട്ട് ഞാൻ തരാം എന്ന് പറയാണ്. ഓക്കെ, അത് അതും ഡിലേ ആണ്. ആ സാധനം വാങ്ങിയപ്പോൾ തന്നെ കൊടുക്കാതെ പേ ലേറ്റർ അല്ലെ. ഇപ്പം മിക്ക സാധനങ്ങളും ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് ഈ ഒരു സംഭവം കൊടുത്തിട്ടാണ്, ഇപ്പൊ വാങ്ങിക്കോ പിന്നെ തന്നാൽ മതി അല്ലെ. അപ്പം അതാണ് എന്ത്, ഡിലേ ചെയ്യുന്ന ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ സാധനം വാങ്ങിയിട്ട് പൈസ ലേറ്റ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൈസ തന്നെ ഡിലേ ചെയ്യുക, പൈസ വാങ്ങിയിട്ട് പൈസ കൊടുക്കാൻ ഡിലേ ചെയ്യുക. ആ തരത്തിലുള്ള ട്രാൻസാക്ഷനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കടം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് പൈസ കടം കൊടുത്തിട്ട് അയാൾ പിന്നെ തിരിച്ചു തരൽ മാത്രമാണ് കടം. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഈ രണ്ടാമത്തെ ടൈപ്പ് ട്രാൻസാക്ഷൻ, ഏതെങ്കിലും ഒരു രീതിയിൽ, അതായത് ഇപ്പം ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലുമാണ് അല്ലെ, വാങ്ങലും വിൽക്കലുമാണ്. അത് സാധനമാവാം പൈസയാവാം. അപ്പൊ രണ്ട് ടൈപ്പിൽ നടക്കാം. ഒന്ന് ഓൺ ദ സ്പോട്ട്, പൈസ കൊടുക്കുന്നു സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നു പൈസ വാങ്ങുന്നു. രണ്ടാമത്തത് പൈസ കൊടുക്കുന്നു, സാധനം ലേറ്റ് ആയിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ സാധനം കൊടുക്കുന്നു പൈസ ലേറ്റ് ആയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നു. ഈവൻ സാധനവും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ പാർട്സ് ആയിട്ട് വരുന്നു. അങ്ങനെ ഡിലേ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ. ഓക്കെ, ആ ട്രാൻസാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഈ ഒരു ആയത്തിൽ പഠിക്കാൻ പോണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിന്റെ റെസിറ്റേഷനിലേക്ക് പോവാം. റെസിറ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസിറ്റേഷൻ ഈ കാര്യങ്ങളുടെയൊക്കെ റെസിറ്റേഷൻ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. പലരും ഡൗൺലോഡ് ചെയ്ത് കേൾക്കുന്നവർക്ക് പ്രയാസമുണ്ട്. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മുതൽ റെസിറ്റേഷൻ കട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴും ആരോ കമന്റ് ചെയ്ത് കണ്ടു, റെസിറ്റേഷൻ കേൾക്കുന്നില്ലല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് ഈ ഒരു പ്രയാസം ഉള്ളതുകൊണ്ടാണ്. ഇനി താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ റെസിറ്റേഷൻ വേറെ ഫയലായിട്ടോ എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് സൂറത്ത് ബഖറ 282 ആയത്തിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ട്രാൻസ്ലേഷൻ നോക്കാം. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് അന്യോന്യം വല്ല കടമിടപാടുകളും നടത്തിയാൽ നിങ്ങൾ അത് എഴുതി വെക്കുവിൻ. ഒരു എഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതി അനുസരിച്ച് അത് എഴുതുകയും ചെയ്തു കൊള്ളട്ടെ. ഒരു എഴുത്തുകാരനും തന്നെ അവന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതുപോലെ അത് എഴുതുവാൻ വിസമ്മതിക്കുകയും അരുത്. അങ്ങനെ അവൻ എഴുതിക്കൊള്ളട്ടെ. യാതൊരുവന്റെ മേലാണോ കടബാധ്യത ഉണ്ടായിരിക്കുന്നത്, അവൻ വാചകം പറഞ്ഞു കൊടുക്കുകയും തന്റെ റബ്ബായ അള്ളാഹുവിനെ അവൻ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അതിൽ നിന്ന് അവൻ ഒരു വസ്തുവും കുറവ് വരുത്തുകയും അരുത്. ഇനി കടബാധ്യതയുള്ളവൻ ഒരു ഭോഷനോ അല്ലെങ്കിൽ ദുർബലനോ അല്ലെങ്കിൽ അവന് സ്വന്തം നിലക്ക് വാചകം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കാതെയോ ആയിരുന്നെങ്കിൽ അപ്പോൾ അവന്റെ കൈകാര്യക്കാരൻ നീതിപൂർവം വാചകം പറഞ്ഞു കൊടുത്തു കൊള്ളട്ടെ. നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്നുള്ള 2 സാക്ഷികളോട് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുവിൻ. ഇനി അവർ 2 സാക്ഷികൾ പുരുഷന്മാരില്ലെങ്കിൽ സാക്ഷികളായി നിങ്ങൾ തൃപ്തിപ്പെടുന്നവരിൽ നിന്ന് ഒരു പുരുഷനും 2 സ്ത്രീകളും ആവട്ടെ. അവർ 2-ൽ ഒരുവൾക്ക് പിഴവ് പറ്റുകയും അപ്പോൾ അവരിൽ ഒരുവൾ മറ്റവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. സാക്ഷികൾ സാക്ഷ്യത്തിന് വിളിക്കപ്പെടുമ്പോൾ അവർ വിസമ്മതിക്കുകയും ചെയ്യരുത്. ചെറുതാകട്ടെ വലുതാകട്ടെ അത് അതിന്റെ അവധി വരെ എഴുതി വെക്കുവാൻ നിങ്ങൾ മടിക്കുകയും ചെയ്യരുത്. അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ നീതിപൂർവകമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾ സന്ദേഹപ്പെടാതിരിക്കുവാൻ കൂടുതൽ സൗകര്യമായതുമാകുന്നു. നിങ്ങൾക്കിടയിൽ നിങ്ങൾ നടത്തുന്ന വല്ല കച്ചവടവും ഇടപാടും ആയാൽ ഒഴികെ, അപ്പോൾ അത് എഴുതി വെക്കാതിരിക്കുന്നതിന് നിങ്ങളുടെ മേൽ തെറ്റില്ല. നിങ്ങൾ അന്യോന്യം വിൽപ്പന
നടത്തുമ്പോൾ നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുവിൻ. ഒരു എഴുത്തുകാരനാകട്ടെ ഒരു സാക്ഷിയാകട്ടെ ദ്രോഹിക്കപ്പെടുകയും ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിലോ അത് നിങ്ങളുടെ ധിക്കാരമായിരിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളുവിൻ. അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാകുന്നു. അള്ളാഹു ആകട്ടെ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു. വാക്കർത്ഥം നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഇദാ തദായന്തും, നിങ്ങൾ അന്യോന്യം കടമിടപാടുകൾ നടത്തിയാൽ, ദാൽ യാ നൂൻ, ബിദൈനിൻ, വല്ല കടത്തെയും അല്ലെങ്കിൽ വല്ല കടമിടപാടിനെയും, സെയിം റൂട്ട്, ദാൽ യാ നൂൻ, ഇല അജലിൻ, ഒരു അവധി വരേക്ക്, ഹംസ ജീം ലാം, മുസമ്മ, പേര് പറയപ്പെട്ട അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ട, സീൻ വാവ് മീം, സോറി സീൻ മീം വാവ്, ഇതിന് ശരിക്കും രണ്ട് റൂട്ട് ഉണ്ട്. വാവ് സീൻ മീമും ഉണ്ട്, സീൻ മീം വാവും ഉണ്ട്. ഫക്തുബുഹു, എന്നാൽ അത് നിങ്ങൾ എഴുതുവിൻ. വൽ യക്തുബ്, എഴുതുകയും ചെയ്യട്ടെ. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. കാത്തിബുൻ, ഒരു എഴുത്തുകാരൻ. ഈ യക്തുബ്, ഫക്തുബു, കാത്തിബ് ഇതൊക്കെ സെയിം റൂട്ട് തന്നെയാണ് കതബയുടെ കാഫ്താബ, അതുകൊണ്ടാണ് എഴുതാത്തത് കേട്ടോ. ബിൽ അദൽ, നീതി അനുസരിച്ച്. ഐൻ ദാൽ ലാം. വലായ ബ, വിസമ്മതിക്കുകയും ചെയ്യരുത്. ഹംസ ബ യ. കാത്തിബുൻ, ഒരു എഴുത്തുകാരനും. ഐ യക്തുബ, എഴുതുവാൻ. ഖമ അല്ലമഹു, അവനെ പഠിപ്പിച്ചതുപോലെ. അല്ലാഹു. ഫൽ യക്തുബ്, അങ്ങനെ അവർ എഴുതട്ടെ. വൽ യുംലിൽ, വാചകം പറഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ. മീം ലാം ലാം. അല്ലദീ, യാതൊരുവൻ. അലൈഹിൽ ഹഖ്, അവന്റെ മേലാണ് കടബാധ്യത. ഓക്കെ, കടം വാങ്ങിയ ആള്. വല്യത്തഖി, അവൻ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അല്ലാഹ റബ്ബഹു, അവന്റെ റബ്ബായ അള്ളാഹുവിനെ. വലാ യബ്ഖസ്, അവൻ കുറവ് വരുത്തുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയും അരുത്. ബ ഖ സീൻ. മിൻഹു ഷൈഅ, അതിൽ നിന്ന് യാതൊന്നും. ഫഇൻ കാന, ഇനി ആയിരുന്നെങ്കിൽ. അല്ലദീ, യാതൊരുവൻ. അലൈഹിൽ ഹഖ്, അവന്റെ മേലാണ് കടബാധ്യത. സഫീഹൻ വിഡ്ഢി. സീൻ ഫ ഹ. ഔ ദഈഫൻ, അല്ലെങ്കിൽ ദുർബലൻ. ദാദ് ഐൻ ഫ. ഔ ലാ യസ്തതിഅ, അല്ലെങ്കിൽ അവന് സാധിക്കുകയില്ല. തോ വാവ് ഐൻ. ഐ യുമില്ല ഹുവ, അവൻ തന്നെ വാചകം പറയുവാൻ. ഫൽയുംലിൽ, എന്നാൽ വാചകം പറഞ്ഞു കൊടുക്കട്ടെ. വലിയുഹു, അവന്റെ കൈകാര്യക്കാരൻ. ബിൽ അദൽ, നീതി അനുസരിച്ച്. നമുക്ക് ഇന്ന് ഇത്രയും നോക്കിയാൽ മതി. വാക്കർത്ഥങ്ങളും ബാക്കി നാളെ പറയുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ എല്ലാം ഒരുപാട് ഹെവി ആയി പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഈ ഭാഗത്തിന്റെ ഇത്രയും അത് വലിയുഹു ബിൽ അദൽ വരെയുള്ള ഭാഗത്തിന്റെ തഫ്സീർ ഇന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, അല്ലെ, അല്ലയോ സത്യവിശ്വാസികളെ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കാണുമ്പോൾ തന്നെ നമുക്ക് പലതും അല്ലെ ഓർക്കാനുണ്ട്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇത് ഫോളോ ചെയ്തോ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇത് നിങ്ങളുടെ ഈമാന്റെ ഭാഗമാണ്. നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈമാനിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെ. അപ്പൊ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതാണ് നല്ലത്. എന്താ ചെയ്യേണ്ടത്? ഇദാ തദായന്തും ബിദൈനിൻ, നിങ്ങൾ ഒരു കടം, അല്ലെ, തദായന്തും ബിദൈനിൻ, ഒരു കടത്തിന്റെ ഇത് കോൺട്രാക്ട് അല്ലെങ്കിൽ കടബാധ്യത നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയാണെങ്കിൽ. അപ്പം ഈ രണ്ട് വാക്കും നമ്മൾ നേരത്തെ പറഞ്ഞു, ദാൽ യാ നൂൻ എന്ന് പറയുന്ന റൂട്ടിൽ നിന്നാണ്. ദൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം. തദായന്തും എന്ന് പറയുന്നത് തദായുൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നുള്ളതാണ്. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുക, അതിനാണ് തദായുൻ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ, അല്ലെ, ഒരാള് കടം കൊടുക്കുക, ഒരാള് കടം വാങ്ങുക. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആണ്. ഒരാൾ കൊടുക്കുന്ന കാര്യത്തിലും ഒരാൾ വാങ്ങുന്ന കാര്യത്തിലും. അല്ലെങ്കിൽ അവരവിടെ ഒരു കടത്തിന്റെ കോൺട്രാക്ട്, അല്ലെ, കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഇടപാടിൽ അവര് ഇടപെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊടുക്കുന്നതായിട്ടും വാങ്ങുന്നതായിട്ടും ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടിൽ എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇദാ തദായന്തും ബിദൈനിൻ ഇല അജലിൻ മുസമ്മ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിർണയിക്കപ്പെട്ട സമയം വരെ. അജൽ ഹംസ ജീം ലാം. ഓക്കെ, ഒരു സ്പെസിഫിക് ടൈം, ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ട് ഇന്ന സമയം വരെ എന്നുള്ള പോലെയാണ് ഇല അജലിൻ മുസമ്മ എന്ന് പറയുമ്പോൾ. ഓക്കെ, മുസമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീൻ മീം വാവ് ഓർ വാവ് സീൻ മീം, രണ്ട് റൂട്ടും വരാം. നമ്മൾ മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്. വസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം മാർക്ക് ചെയ്യുക, ഇന്നതാണെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. മുസമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യുക, എന്തെങ്കിലും ഒരു സംഭവം സ്പെസിഫൈ ചെയ്തിട്ട് ഇത് ഇന്നതാണ് എന്ന് ഫിക്സ് ചെയ്യാം.
നമ്മൾ ഇസ്മ അല്ലെ, നമ്മുടെ പേരിന് ഇസ്മ എന്ന് പറയാറുണ്ട്. ഇസ്മും ഇതേ റൂട്ടിൽ നിന്നാണ്. ഒരാൾക്ക് പേര് കൊടുക്കുന്നത് എന്തിനാ? അയാള് ഇന്ന ആളാണെന്ന് അല്ലെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ന ആളാണെന്ന് അയാളുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഒരു 5-6 ആള് നിൽക്കുന്ന കൂട്ടത്തിൽ ഇതാ നീയില്ലേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൺഫ്യൂഷനാവും. ഞാനാണോ നീയാണോ എന്ന് വിചാരിക്കും അല്ലെ. എന്നാൽ ഇന്ന ആളുടെ പേര് ആയിഷ അല്ലെങ്കിൽ ഖദീജ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാം. അപ്പൊ അയാളാണ് എന്താണ് അയാളുടെ കാര്യം അവിടെ സ്പെസിഫിക് ആണ്. അയാള് എന്താണ് തിരിച്ചറിയാൻ വേണ്ടി അയാൾക്ക് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ അതുപോലെ അജലി മുസമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ന കറക്റ്റ് ആയിട്ട് നിശ്ചിതമായിട്ടുള്ള ഒരു സമയത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുസമ്മ എന്ന് പറയുന്നത്. അപ്പം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിർണിത സമയം വരെ നിങ്ങൾ ഇങ്ങനെ ഒരു കടമിടപാടിൽ പെടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി അതിന്റെ പേയ്മെന്റ് ഇന്ന സമയത്ത് തരാമെന്ന് പറയാണ്, അല്ലെങ്കിൽ ഒരു പൈസ വാങ്ങി അത് തിരിച്ച് ഇന്ന സമയത്ത് തരാമെന്ന് പറയാണ്. അപ്പൊ ആ തരത്തില് ഒന്നിൽ കൂടുതൽ ആളുകൾ തെദായന്തും എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഇടപെടുക. അപ്പം ഇതാ തെദായന്തും ബിദൈനിൻ ഇല അജലിം മുസമ്മ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റില്, അത്തരത്തിലുള്ള ഒരു ഇടപാടില് നിങ്ങൾ പെടുകയാണെങ്കിൽ ഫക്തുബു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം അല്ലെ. കത്തബ, കാഫ്താബ, എഴുതുക. ഇതിനെ നിങ്ങൾ എഴുതുക. ഈ ഒരു ട്രാൻസാക്ഷന്, ഈ ഒരു ഇടപാടിനെ നിങ്ങൾ എഴുതി വെക്കണം. ഇനി ഈ എഴുതുന്നതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും എന്താണ് ദെയിൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ദെയിൻ അല്ലെങ്കിൽ കടമിടപാട്, ദാൽ യ നോൻ വരുന്ന റൂട്ട് വരുന്ന വാക്കാണ് ദെയിൻ എന്ന് പറഞ്ഞു അല്ലെ. ദെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പേയ്മെന്റ് ഒരു നിശ്ചിത സമയം വരെ ഡിലേ ചെയ്യാം. നിശ്ചിത സമയം വരെ ഡിലേ ചെയ്യുക. 2 പോയിന്റ്സ് ഉണ്ട് ഇവിടെ. ഒന്ന്, ടൈം ഫിക്സ്ഡ് ആണ്. ഇന്ന സമയത്ത് പേയ്മെന്റ് നടത്തുക എന്നുള്ള രീതിയിൽ ടൈം ഫിക്സ്ഡ് ആണ്. 2, ഡിലേ ഉണ്ട്. ഇപ്പൊ കൊടുക്കുന്നില്ല, പിന്നെ കൊടുക്കുന്നുള്ളൂ. പ്ലസ് ആ സമയം എവിടെയാണ്? ഫിക്സ്ഡ് ആണ്. പേയ്മെന്റ് ഡിലേഡ് ആണ് ഒരു സമയം വരെ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം വരെയാണ് ആ ഡിലേ ഉള്ളത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഒരു സാധനം വാങ്ങാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അടുത്ത മാസം പൈസ തരാമെന്ന് പറയാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പൈസ തരാമെന്ന് പറയാം, അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച പൈസ തരാമെന്ന് പറയാം. കറക്റ്റ് ആയിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയം വെച്ചിട്ട് ഡിലേ ചെയ്യുന്നതിനാണ് ദെയിൻ പറയുന്നത്. പേയ്മെന്റ് ഡിലേഡ് ആണ്, ടൈം ഫിക്സ്ഡ് ആണ്. ഈ ദെയിന് പല പല ഫോമുകൾ, നമ്മുടെ നിത്യ ജീവിതത്തിൽ പല ഫോമുകളിൽ ദെയിൻ വരാം. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് സമൻ ബയ, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു സാധനം നമ്മൾ വാങ്ങി, പക്ഷെ അതിന്റെ പൈസ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നില്ല, അതായത് ക്രെഡിറ്റിൽ വാങ്ങാം. അത് ഒരു തരത്തിലുള്ള ദെയിനാണ്. അതായത് ഒരു തരത്തിലുള്ള ലേറ്റ് ആക്കി പേയ്മെന്റ് നടത്തുന്ന, ഒരു ഫിക്സഡ് ടൈമിൽ ലേറ്റ് ആക്കി പേയ്മെന്റ് നടത്തുന്ന ഒരു ഇടപാടാണ് അത്, സാധനം ക്രെഡിറ്റിൽ വാങ്ങാന്നുള്ളത്. രണ്ടാമത്തത് ഉജ്ര. ഉജ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാലറി. ഒരു എംപ്ലോയി അയാളോട് ഒരു പണി ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പം അയാളുടെ ഇതിലെ കോൺട്രാക്ട് എങ്ങനെയാ പറയാ? നീ മാസത്തിൽ ഫുള്ള് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ വർക്ക് ചെയ്യും, പക്ഷെ നിന്റെ ശമ്പളം ഇത്ര എമൗണ്ട് ഇന്ന ദിവസമാണ് തരാം അല്ലെ. അവിടെ ശരിക്കും അയാൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നതിന് അയാൾ അവിടെ പൈസ അർഹിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അയാൾക്ക് എല്ലാ സമയത്തും പൈസ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, അയാൾ പണി കഴിയുമ്പോഴേക്ക് പൈസ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഓരോ ദിവസവും പൈസ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണ് കൊടുക്കുന്നത്? ആ മാസത്തിന്റെ അവസാനം, ഇപ്പൊ 31-ാം തീയതി അല്ലെങ്കിൽ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദി മന്ത് ആയിരിക്കും അയാളുടെ സാലറി, അല്ലെങ്കിൽ ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദി നെക്സ്റ്റ് മന്ത്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഇന്ന ഡേറ്റില്, അതായത് ഡിലേ, ഇന്നത്തെ വർക്കിന്റെയും നാളത്തെ വർക്കിന്റെയും എല്ലാ സാലറിയും ഡിലേ ചെയ്തിട്ട് ഇന്ന ഡേറ്റിൽ നിനക്ക് തരും. അപ്പം പേയ്മെന്റ് ഡിലേ ഉണ്ട്, പേയ്മെന്റിന് ഒരു സമയമുണ്ട്. അപ്പം ഇതും ഒരു തരത്തില് ദെയിനാണ്. നമ്മൾ ഈ ആയത്തിൽ പറയുന്ന ദെയിനാണ്. ഇനി വേറൊരു എക്സാമ്പിൾ, ഒരാള് ഒരു വീട് റെന്റിന് എടുക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടി റെന്റിന് എടുക്കുക. അപ്പം പറയാണ് നീ ഇത് ഉപയോഗിച്ചു. അപ്പം ആ ഉപയോഗിക്കുന്ന ഓരോ നിമിഷവും ശരിക്കും റെന്റ് പേ ചെയ്യണം അല്ലെ. ഞാനിപ്പോ ഒരാളുടെ ഒരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ഓരോ നിമിഷവും ശരിക്കും അയാൾക്ക് ഞാൻ പേയ്മെന്റ് കൊടുക്കണം. പക്ഷെ എല്ലാ നിമിഷവും അല്ലെങ്കിൽ എല്ലാ മണിക്കൂറും നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരം അയാൾ എന്ത് പറയും? നീ ഇത് തിരിച്ചു തരുമ്പം ഇന്ന ഡേറ്റിൽ എനിക്ക് പൈസ തന്നാൽ മതി. അപ്പം അവിടെ ഡിലേ ആക്കുന്നുണ്ട് പേയ്മെന്റ്, പ്ലസ് കറക്റ്റ് ഇന്ന സമയത്താണ് തരേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെയാണ്
വീടിന് റെന്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീട്, ഇപ്പം ഓണറുടെ വീട് നമ്മൾ അതിന്റെ ആ ഒരു ഫെസിലിറ്റി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പേബിൾ ആണ്, അയാൾക്ക് ശരിക്കും കൊടുക്കണം പൈസ അല്ലെ. പക്ഷെ എങ്ങനെയാണ്, കുഴപ്പമില്ല, ഈ മാസം അവസാനം ഇത്ര എമൗണ്ട്. അപ്പോൾ ഒരു മാസം മുഴുവൻ താമസിക്കുന്നതിന് ആ മാസത്തിന്റെ അവസാനം. അപ്പം അത്രയും ഡിലേ ആക്കുന്നതുകൊണ്ട് കറക്റ്റ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇത്ര ഡേറ്റിനുള്ളിൽ എന്നുള്ള രീതിയിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് അത് കൊടുക്കണം. ഇനി വേറൊരു ഉദാഹരണമാണ് നമ്മൾ കോമൺ ആയിട്ട് വിചാരിക്കുന്ന കർദ് എന്ന് പറയുന്ന സംഭവം, ലോൺ അല്ലെങ്കിൽ കടം. ഓക്കെ, ഒരാള് എനിക്കൊരു 5000 രൂപ തരൂ, ഞാൻ ഒരാളോട് വാങ്ങുന്നു, ഞാൻ നിനക്ക് ഇത് 6 മാസം കഴിഞ്ഞിട്ട് ഇന്ന ഡേറ്റിൽ തിരിച്ചു തരാം. ഓക്കെ, അത് വേറൊരു ദൈനാണ്. ഇനി വേറെ ഒരു ഉദാഹരണമാണ് മഹർ മുഅജ്ജൽ. നമ്മൾ മുമ്പ് തൊലാഖിന്റെ നിക്കാഹിന്റെ ഒക്കെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മഹർ, ഇപ്പം കല്യാണ സമയത്ത് ഭർത്താവ് പറയാണ്, ഞാൻ നിനക്ക് ഇതാ ഇത്ര 1,00,000 രൂപയാണ് എന്റെ മഹർ, അല്ലെങ്കിൽ 10 പവനാണ് എന്റെ മഹർ, പക്ഷെ ഇപ്പൊ എനിക്ക് തരാൻ പറ്റില്ല, എന്റെ കയ്യിലില്ല, ഞാൻ അടുത്ത വർഷം ഇന്ന ഡേറ്റിലാണ് നിനക്ക് തരാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ശരിക്കും കൊടുക്കേണ്ട ഒരു ട്രാൻസാക്ഷൻ ആണ് അല്ലെ. മഹർ എന്ന് പറയുന്നത് കൊടുക്കണം, പക്ഷെ അത് ഡിലേ ചെയ്യാണ് ഇന്ന ഡേറ്റ് വരെ. ഓക്കെ, അപ്പം അതും ഒരു തരത്തിലുള്ള ദെയിൻ ആണ്. അപ്പൊ ദെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിലേ ചെയ്യുന്നുണ്ട്. രണ്ട്, ഒരു സ്പെസിഫിക് ടൈം, ഇന്ന സമയത്താണ് കൊടുക്കുക, പേയ്മെന്റ് ഇന്ന സമയത്താണ് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹ് പറയുന്നു, അപ്പൊ നീ ഇത്തരത്തിലുള്ള ഏതൊരു ദെയിനിലും ഇടപെടുകയാണെങ്കിൽ, അത് നീ ഒരു കടം വാങ്ങുന്നതാണെങ്കിലും റെന്റ് ആണെങ്കിലും സാലറി ആണെങ്കിലും ക്രെഡിറ്റിൽ വാങ്ങുകയാണെങ്കിലും മഹർ ഡിലേ ചെയ്യുകയാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ഓക്കെ, ഏത് രീതിയിലും നീ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കാനും ഉണ്ട്, അതിനൊരു ഡിലേ നിനക്ക് തന്നിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം അത്തരത്തില് ഇലാ അജലി മുസമ്മ, അതിനൊരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇലാ അജലി മുസമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും തരാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തരാം, എനിക്ക് പറ്റുമ്പോ തരാം എന്നുള്ളതല്ല. ഇവിടെ ഒരു ഫിക്സഡ് ടൈമാണ് ഇലാ അജലി മുസമ്മ എന്ന് പറയുമ്പോൾ. ഇന്ന സമയം അല്ലെ, ഇന്ന മാസം അല്ലെങ്കിൽ ഇന്ന കൊല്ലം ഇന്ന ദിവസം ഞാൻ തരാം. അപ്പം എക്സാക്ട് ഡേറ്റ് എഗ്രി ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫക്തുബു, ദെൻ നിങ്ങൾ എന്താക്കുക, അത് എഴുതി വെക്കുക. ടൈം ഫിക്സ്ഡ് ആണ് അല്ലെ, പേയ്മെന്റ് ഡിലേഡ് ആണ്, അങ്ങനെയുള്ള ഒരു ഇടപാടാണ് ദൈന്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. സുബ്ഹാനല്ലാഹ്. എന്താണ് എഴുതേണ്ടത്? എമൗണ്ട് എഴുതണം, ടൈം എഴുതണം അല്ലെ, എപ്പോഴാണ് തിരിച്ചു കൊടുക്കേണ്ടത്, ഇതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കണം. എന്തുകൊണ്ടാണ് അള്ളാഹു എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ, എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെയൊക്കെ മനസ്സിൽ അതിനുള്ള റീസൺസ് പോകും, എന്നാലും കുറച്ച് ഞാൻ ഇവിടെ പറയാം. ഓക്കെ, ഒന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ ഒരാൾക്കൊരു 50,000 രൂപ കൊടുക്കാനുണ്ട്, അതിനിടയ്ക്ക് പല പല ട്രാൻസാക്ഷൻസും നടത്തി, പലരോടും കൊടുത്ത് പലരോടും വാങ്ങി, അതിനിടയ്ക്ക് ഒന്നെങ്കിൽ ഇത് മറന്നുപോയി, അല്ലെങ്കിൽ ഇത് കറക്റ്റ് എത്രയാന്ന് എമൗണ്ട് എന്ന് മറന്നുപോയി അല്ലെ. മറന്നുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അയാൾക്ക് കിട്ടേണ്ടത് കിട്ടാണ്ടായി പോകും. അപ്പം അത് ഒരു റീസൺ. ഇനി മരിച്ചു പോവാണ്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരാളോട് വാങ്ങി വേറൊരാൾക്കും അതിനെക്കുറിച്ച് അറിയില്ല, നമ്മൾ മരിച്ചുപോയി, അപ്പം അയാൾക്ക് കൊടുക്കാനുണ്ട് അല്ലെ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും അറിയോ? അത് അയാളോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. അപ്പം എഴുതി വെക്കണം. ഇനി വേറൊരു റീസൺ വരാനുള്ളത്, തമ്മിൽ തല്ലുണ്ടാവും അല്ലെ. ഈ ഒരു കാരണത്തിൽ പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഭയങ്കര നല്ല തിക് ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള ബന്ധുക്കളായിരിക്കും. എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞു ഒരു തിരിച്ചു തന്നിരുന്നില്ല, അതാണെങ്കിൽ കൊടുത്തതിന് യാതൊരു തെളിവും ഇല്ല, അതോടുകൂടി കഴിഞ്ഞു അല്ലെ. ആ ബന്ധത്തിൽ വിള്ളലായി പിളരലായി. എത്ര ക്ലോസ് ആയിട്ടുള്ള ബന്ധുവാണെങ്കിലും എത്ര വലിയ ഫ്രണ്ട് ആണെങ്കിലും അവിടെ അത് വിള്ളലായി. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എഴുതി വെക്കാൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മളുടെ വെൽത്ത്, നമ്മളുടെ സമ്പത്തിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് പ്രശ്നങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മഖാസിദു ശരീഅത്തിന്റെ നിയമങ്ങളുടെ മഖസദുകൾ, അതിന്റെ ഉദ്ദേശങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ. എന്തൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഖിസാസ് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത് അല്ലെ, കൊലപാതകത്തിന്റെ നിയമങ്ങൾ പറഞ്ഞപ്പം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ലീനിയേജ് അതായത് പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ഇന്റലക്ച്വൽ എബിലിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ശരീഅത്തിന്റെ മഖാസിദുകൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പം ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് കടത്തിന്റെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എഴുതി വെക്കാൻ പറഞ്ഞത്? ആളുകളുടെ സമ്പത്തിനെ അല്ലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൽപ്പന തന്നിട്ടുള്ളത്. ഇനി അങ്ങനെ അയാൾ എഴുതി വെച്ചിട്ടില്ല നോക്കാം, ഓക്കെ, വലിയൊരു നഷ്ടത്തില് ചെന്ന് അവസാനിക്കുകയാണ് എഴുതാത്തതിന്റെ പേരിൽ, പൈസ തിരിച്ച് കിട്ടിയിട്ടുമില്ല.
ഒരു ഐഡിയ ഇല്ല എത്ര തരേണ്ടത് എത്ര കിട്ടേണ്ടതെന്ന്. കൊടുത്ത ആൾക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ടോ? നഷ്ടപ്പെടുകയാണ് അല്ലേ? കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമത്തിന് അനുസരിച്ചിട്ടില്ല. അള്ളാഹ് എഴുതി വെക്കാൻ പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല, അയാള് തിരിച്ചു തന്നില്ല. എന്തുകൊണ്ടാ? ആർക്കാ നഷ്ടം? നമുക്ക് നഷ്ടം അല്ലേ? അപ്പം നമ്മൾ വേറൊരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അള്ളാഹിന്റെ നിയമത്തിനെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ അനുസരിച്ചിട്ടില്ല. നമ്മളടുത്ത് പറ്റിയ തെറ്റാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ്, ഇങ്ങനത്തെ ഇടപാടുകൾ നമ്മൾ എഴുതി വെക്കണം. എസ്പെഷ്യലി അത് മേജർ, വലിയ എമൗണ്ട്, വലിയ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് മണി ഇൻവോൾവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളത് ആണെങ്കിൽ, അത് ഈവൻ ഒരു സഹോദരിമാര് തമ്മിലാണെങ്കിലും, ഇപ്പൊ ഞാൻ ഒരു കല്യാണത്തിന് പോവാം, എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കാം, എനിക്ക് നിന്റെ ആ നെക്ലെസ് ഒന്ന് തരുമോ? അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് സ്വർണ്ണത്തിന് നെക്ലെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളെയൊക്കെ സിസ്റ്റേഴ്സ് അല്ലേ, എന്ത് പറയാനാ? പക്ഷെ ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള സാധനമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നീ എഴുതി വെക്കുക അല്ലെ? അപ്പം പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹിന്റെ കൽപ്പനയെ അനുസരിക്കാൻ വേണ്ടിയിട്ട്, ആ കൊടുക്കല് അല്ലെങ്കിൽ വാങ്ങല് ഇബാദത്താക്കാൻ വേണ്ടിയിട്ട് നമ്മളത് എഴുതി വെക്കണം. ഒരു പ്രോപ്പർട്ടി റെന്റ് ചെയ്യാണ്, 15,000 20,000, അത് എത്ര സ്വന്തത്തിൽ കൊടുക്കുകയാണെങ്കിലും അല്ലെ, അത് എഴുതി വെക്കല് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം വലിയ എമൗണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുമ്പം അത് എഴുതി വെക്കുക തന്നെ വേണം. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ, ആളുകൾ തമ്മിൽ ട്രസ്റ്റ് ചെയ്യുന്ന കേസിൽ, ഓക്കെ, ചെറുതെന്തെങ്കിലും വലിയ ഒരുപാട് വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾ പരസ്പരം വിശ്വാസത്തിന്റെ പേരിൽ കൊടുക്കുമ്പം അത് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം വെറുതെ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ നിന്റെ ആ ഒരു ഡ്രസ്സ് ഒന്ന് എടുത്തോട്ടെ, ഓക്കെ, അത് എഴുതി വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. അതൊരു ട്രസ്റ്റിന്റെ പേരിലല്ലേ, കൊടുക്കലും വാങ്ങലും, പാത്രം കൊടുക്കുന്നതോ വാങ്ങുന്നതോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ വലിയ എമൗണ്ട്, വലിയ മണി ഒക്കെ ഇൻവോൾവ് ആകുമ്പോൾ, വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ അവിടെ എഴുതി വെക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു വൽ യക്തുബ്, അവൻ എഴുതണം അല്ലെ. ഇവിടെ ഒരു ലാം വിത്ത് സുക്കൂൻ കാണുന്നുണ്ട്, വാ കഴിഞ്ഞിട്ട് വൽ യക്തുബ്. ഈ ലാം വിത്ത് സുക്കൂൻ എന്താണ്? ചെയ്യണം, ഷുഡ് അല്ലെ, നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൽപ്പനയാണ്. അത് ചെയ്യണം എന്നുള്ള ആ ഒരു കൽപ്പനയാണ് അവിടെ. വൽ യക്തുബ്, അവൻ എഴുതണം. എന്താണ്? ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ. ആരാ എഴുതേണ്ടത്? കാത്തിബുൻ, ഒരു എഴുത്തുകാരൻ. അപ്പം ആരാണ് ഈ എഴുത്തുകാരൻ? കൊടുക്കുന്ന ആളോ വാങ്ങുന്ന ആളാണോ എഴുതുന്നത്? അല്ല, രണ്ടും അല്ലാത്ത മൂന്നാമത്തെ ഒരാളാണ് അല്ലെ. കൊടുക്കുന്ന ആളും അല്ല, വാങ്ങുന്ന ആളും അല്ല, തേർഡ് പേഴ്സൺ ആണ് എഴുതുന്നത്. കാത്തിബ്, കാത്തിബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൈബ്, അത് എഴുത്തുകാരൻ, പ്രൊഫഷണൽ എഴുത്തുകാരൻ. ഇന്നത്തെ കാലത്ത് അൽഹംദുലില്ലാ എല്ലാവർക്കും എഴുതാൻ അറിയാം. പക്ഷെ മുമ്പ് അല്ലെ, ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒന്നും എഴുത്തറിയില്ലായിരുന്നു അല്ലെ, എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഇനി അറിയാന്ന് തന്നെ വെക്കാം, ഇന്നത്തെ കാലത്ത് തന്നെ അറിയാന്ന് വെക്കാം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് എഴുതുന്നതിന് ചില പ്രത്യേക രീതികളുണ്ട് അല്ലെ, ചില പ്രത്യേക വാക്കുകളുണ്ട് അതിനെ ഉപയോഗിക്കുന്ന, ചില പ്രത്യേക മീനിങ്സ് ഉണ്ട് ഓരോ എഴുത്തുകൾക്കും അല്ലെങ്കിൽ ഓരോ വാക്കുകൾക്കും. അത് സാധാരണക്കാർക്ക് ഒരു പക്ഷേ എഴുതാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ഒരു ചെക്ക് എഴുതുമ്പോൾ നമ്മൾ, അപ്പൊ എനിക്കൊന്ന് ചെറുപ്പത്തിലൊക്കെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ചെക്കിന്റെ എമൗണ്ടിന്റെ അവസാനം ഒരു ഓൺലി എന്ന് എഴുതും അല്ലെ, ഇത്ര 50,000 അല്ലെങ്കിൽ 1,00,000 ഓൺലി. നമ്മൾ ഇത്രയും വലിയ എമൗണ്ട് എഴുതിയിട്ട് ഒരു ഓൺലി ഇതിന്റെ കൂടെ, സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ആ ഒരു ടെർമിനോളജി അല്ലെങ്കിൽ അവിടെ അതിനെ ഉപയോഗിക്കുന്ന നിയമങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും അറിഞ്ഞോളുന്നില്ല. എന്തിനാ ഈ ഓൺലി എഴുതുന്നത്? അതിനുശേഷം അതിന്റെ ബാക്കിൽ പിന്നെ ഒന്നും എഴുതി ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം ലീഗൽ ഡോക്യുമെന്റ്, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് എന്നൊക്കെ പറയുമ്പം അതിനൊക്കെ ചില രീതികളുണ്ട് എഴുതാൻ. ക്രെഡിറ്റ് ഡെബിറ്റ് എന്നൊക്കെ എഴുതുമ്പോൾ അതിന് ചില ഷോർട്ട് ഫോംസ് ഒക്കെ ഉണ്ട് അല്ലെ, CRDB എന്നൊക്കെ എഴുതും. അത് എല്ലാവർക്കും ഒന്നും എഴുതാൻ അറിഞ്ഞോളണമെന്നില്ല. ഒരു പക്ഷെ കുറച്ച് വലിയ വലിയ ട്രാൻസാക്ഷൻസും വലിയ വലിയ എമൗണ്ട് കടങ്ങൾ ഇതിലേക്കൊക്കെ പോകുമ്പോൾ അത് അക്കൗണ്ടിങ് പഠിച്ച ആൾക്കാർക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പം കാത്തിബ് എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, എഴുതാൻ അറിയുന്ന അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയുന്ന, അത് എഴുതി വെക്കാൻ അറിയുന്ന ആളാണ് കാത്തിബ്. പക്ഷെ എന്താണ് ഒരു കണ്ടീഷൻ അയാൾ എഴുതുന്നതിന്? ബിൽ ആദിൽ, അതിലോട് കൂടി അല്ലെ, നീതിപൂർവ്വം, ജസ്റ്റിസോട് കൂടി എഴുതണം. എന്താണ് അയാൾ ജസ്റ്റിസ്, നീതിയോട് കൂടി എഴുതണം എന്ന് പറയുന്നത്? കാരണം അയാൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതാം അല്ലെ, കൊടുത്ത എമൗണ്ടിനെ ഒന്ന് കുറച്ചെഴുതാം, അല്ലെങ്കിൽ കൂട്ടി എഴുതാം, അല്ലെങ്കിൽ സമയത്തിനെ ഒന്ന് കുറച്ചെഴുതാം. 1 കൊല്ലത്തിൽ മടക്കണം എന്ന് പറഞ്ഞതിന് 2 കൊല്ലാക്കി എഴുതുകയാണ്. 5,000 എന്ന് പറഞ്ഞതിന് 2,000 എന്ന് എഴുതുകയാണ്. അപ്പം അങ്ങനെയൊന്നും എഴുതാൻ പറ്റൂല. ബിൽ ആദിൽ, നീതിപൂർവമായിട്ട് അല്ലെ, ഫെയർനെസ്സോട് കൂടി എഴുതണം. സുബ്ഹാനല്ലാഹ്. കാരണം ചിലപ്പം കടം വാങ്ങിയ ആള് അല്ലെങ്കിൽ കൊടുത്ത ആള്, രണ്ടിലൊരാൾക്ക് ഇയാൾ എന്താ എഴുതിയെന്ന് ഒരു പക്ഷെ അറിയാതിരിക്കുന്ന സാഹചര്യം വന്നേക്കാം, വായിക്കാൻ അറിയാത്ത സാഹചര്യം വന്നേക്കാം.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹുദൈബിയയുടെ ആ ഒരു സന്ധി എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് റസൂലുള്ളാഹ് എന്ന് എഴുതുകയുണ്ടായി. മുശ്രിക്കുകൾ അതിന് സമ്മതിക്കില്ല. നമ്മൾ നബീനെ അല്ലെ റസൂലായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അത് വേണ്ട, നമ്മളിത് സ്വീകരിക്കാത്ത സ്ഥിതിക്ക് അത് എഴുതണ്ട, അത് റിമൂവ് ചെയ്യണം എന്ന് പറയും. അലി റളിയല്ലാഹു അൻഹു ആണ് എഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും റസൂലുള്ളാഹ് എഴുതിയത് റിമൂവ് ചെയ്യാൻ. അലി റളിയല്ലാഹു അൻഹു പറയും ഇല്ല എന്റെ കൈ കൊണ്ട് എഴുതിയാണ്, എനിക്കത് മായ്ക്കാൻ പറ്റൂല, ഞാൻ ചെയ്യൂലെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും എവിടെയാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ് അല്ലെ, വായിക്കാൻ അറിയുന്നവർക്കാണ് അത് കറക്റ്റ് മനസ്സിലാവും. അപ്പം എവിടെയാ എഴുതിയെന്ന് ചോദിച്ചാൽ അലി റളിയല്ലാഹു അൻഹു അത് കാണിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈ കൊണ്ട് അത് മായ്ച്ചു കളഞ്ഞു. അപ്പം അങ്ങനെ ഇതുപോലെ നമ്മളൊരു കടത്തിന്റെ ഇടപാടൊക്കെ എഴുതി വെക്കുമ്പം ഈ മൂന്നാമത് ആളെ എഴുതുമ്പം കൊടുത്ത ആൾക്കോ വാങ്ങിയ ആൾക്കോ ചിലപ്പം എന്താ എഴുതിയെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് അയാള് അതിലോട് കൂടി നീതിയോടുകൂടി വേണം അത് എഴുതാൻ. ചീറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. 10,000 കൊടുക്കേണ്ടടുത്ത് 1,00,000 എഴുതാനും 10,000 കൊടുക്കേണ്ടത് 15,000 എഴുതാനും 1 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടത് 10 മാസം ആക്കാനും ഒന്നും ഡീറ്റെയിൽസ് മാറ്റാൻ അയാൾക്ക് പറ്റൂല. ഇനി ഈ ഡോക്യുമെന്റിന്റെ കോപ്പി ഇയാളെ വെക്കുന്ന നോക്കുക, ഇയാളത് കൊടുക്കുന്ന സമയത്ത് അയാൾ പിന്നീട് അത് തിരുത്തി കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യാൻ പാടില്ല. അല്ലാഹ് പറയുന്നു വല്യക്തുബൈനകും കാതിബും ബിൽ അദൽ അല്ലെ, നീതിപൂർവ്വം എഴുതണം. ഇനി ബിൽ അദലിന്റെ രണ്ടാമത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത് എഴുതുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ചായിരിക്കണം. ഓക്കെ, ഇസ്ലാമിക നിയമം അനുസരിച്ചായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പം ക്രെഡിറ്റർ ലോൺ കൊടുക്കുന്ന ആള് പറയാണ് നിനക്ക് ഞാൻ ഇത്ര തരാം, പക്ഷെ നീ തിരിച്ചു തരുമ്പോൾ എനിക്ക് ഒരു 5% പലിശയും കൂട്ടി തരണം, അല്ലെങ്കിൽ എല്ലാ മാസവും നീ 5% പലിശ തരണം. കൊടുക്കുന്ന ആള് മുസ്ലിമാണ്, വാങ്ങുന്ന ആള് മുസ്ലിമാണ്, എഴുത്തുകാരൻ മുസ്ലിമാണ്. അപ്പൊ കാത്തിബ് വിചാരിക്കുകയാണ് എന്തായാലും അയാൾ പറഞ്ഞു, കൊടുക്കുന്ന ആള് പറഞ്ഞു, വാങ്ങുന്ന ആൾക്ക് ഓക്കെയാണ്, ഞാൻ എന്റെ പണി അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് എഴുതാൻ പറ്റുമോ? പറ്റൂല അല്ലെ. കാരണം ഈ എഴുത്തിന്റെ ഉത്തരവാദിത്വം ഇയാൾക്കുണ്ട്, പലിശ എഴുതിയതിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ അതിന്റെ ശാപം ഇയാളുടെ മേലും വീഴും. അതുകൊണ്ട് അയാളത് എഴുതാൻ പാടില്ല. അപ്പം വല്യക്തുബ് ബൈനകും കാതിബും ബിൽ അദൽ എന്ന് പറയുമ്പം അയാൾ രണ്ട് പാർട്ടിനെയും ചീറ്റ് ചെയ്യാൻ പാടില്ല, കൊടുക്കുന്ന ആളെയും വാങ്ങുന്ന ആളെയും ചീറ്റ് ചെയ്യാൻ പാടില്ല. സമയം അള്ളാഹു സുബ്ഹാനഹു തആലയോട് അനുസരണക്കേട് കാണിക്കാനും പാടില്ല. ഓക്കെ, അതാണ് അങ്ങനെയാണ് നമ്മൾ ബിൽ അദൽ എന്ന് പറയുന്നതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം സുബ്ഹാനല്ലാഹ് സാഹചര്യങ്ങൾ അല്ലെ, കൈക്കൂലി കൊടുക്കുന്ന സിറ്റുവേഷൻസ് വന്നേക്കാം. ഏതെങ്കിലും ഒരാള് കുറച്ച് കൊടുത്തിട്ട് നീ അതൊന്ന് ചെറുതാക്കി ഒന്ന് മാറ്റി ചെയ്താൽ മതി, നീ വെറുതെ നോക്കണ്ട അല്ലെ, ഇത് നീ വെച്ചോ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യിക്കുന്ന പല ഇടപാടുകളിൽ ഇപ്പം സ്വത്തിടപാടുകളൊക്കെ എഴുതി വെക്കുമ്പം അഡ്വാൻസ് കൊടുത്ത കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുത്തിയൊക്കെ എഴുതുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുപാട് ഒരുപാട് നടക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒരു തരത്തിലുള്ള പേഴ്സണൽ ബെനിഫിറ്റും എടുത്തുകൊണ്ട് ഒരു തരത്തിൽ ചീറ്റിങ് ചെയ്യാൻ പാടില്ല, കറക്റ്റ് ആയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല കാത്തിബുൻ, ഈ കാത്തിബ് നിരസിക്കാൻ പാടില്ല എഴുതാൻ പറഞ്ഞത്. അതായത് ഹംസ ബ യ ആണ് യബിന്റെ റൂട്ട്. ഹംസ ബ യാലിന് റൂട്ടിൽ വരുന്ന ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ മുമ്പ് കേട്ടതായിട്ടോ പഠിച്ചതായിട്ടോ ഓർമ്മയുണ്ടോ? ഇബ്ലീസ് പറഞ്ഞിരുന്നു അല്ലെ, അബാ വസ്തക്ബറ അല്ലെ. ഇബ്ലീസിന് അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു സാഹചര്യത്തിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പം അബാ, ഇബ്ലീസ് നിരസിച്ചു. വസ്തക്ബറ, എന്തുകൊണ്ട്? അഹങ്കാരം കൊണ്ട് അല്ലെ, ഞാൻ സുജൂദ് ചെയ്യൂല എന്ന്. സെയിം റൂട്ട് തന്നെയാണ് യബ, ഹംസ ബയ. അപ്പം ഇവിടെ നിരസിക്കാൻ പാടില്ല. ഈ എഴുത്തുകാരൻ അവനോട് എഴുതാൻ പറഞ്ഞാല് എന്ത് പറഞ്ഞാല് എന്തിനു നിരസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അയ്യക്തുബ, എഴുതുന്ന കാര്യത്തിലൊക്കെ എഴുതുന്നത് അവൻ നിരസിക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? ഖമ, കാരണം അല്ലമഹുല്ലാ, അള്ളാഹു അവനെ പഠിപ്പിച്ചു അല്ലെ. അള്ളാഹ് അവന് ഈ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഖമ എന്ന് പറയുന്ന വാക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. ഒന്ന് കാരണം, ബിക്കോസ് എന്നുള്ള അർത്ഥം. ഓക്കെ, അള്ളാഹു അവനെ പഠിപ്പിച്ചത് കാരണം. രണ്ടാമത്തത് പോലെ, നമ്മൾ സാധാരണ ഖമ യൂസ് ചെയ്യല് പോലെ എന്നുള്ള അർത്ഥത്തിലാണല്ലേ. അതുപോലെ അള്ളാഹു അവനെ പഠിപ്പിച്ചത് പോലെ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് അവൻ നിരസിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അവനോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, കടമിടപാടാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാൻ കൊടുക്കുകയാണ്. മൂന്നാമത്തെ ആളാണ് ഈ കാത്തിബ് അല്ലെങ്കിൽ സ്ക്രൈബ്, എഴുതുന്ന ആള്. അയാളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിരസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു അവനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ഒരു സ്പെഷ്യൽ സ്കില്ല് അള്ളാഹു സുബ്ഹാനഹു തആല അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാക്കണം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് മാത്രം എന്തെങ്കിലും സ്പെഷ്യൽ കഴിവുകൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ
അത് മറ്റുള്ളവർക്ക് ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതുകൊണ്ട് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക? ആ ആ കഴിവ്, ആ അനുഗ്രഹം അള്ളാന്റെ മാർഗത്തിൽ ഏറ്റവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത്. അള്ളാഹു ഈ വ്യക്തിക്ക്, ഈ കാത്തിബിന് ഒരു വലിയൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, എഴുതാനുള്ള, അല്ലെ, ആ ഒരു ഇടപാട് എഴുതി വെക്കാനുള്ള ഒരു കഴിവ്. അതുകൊണ്ട് തന്നെ അവൻ അതിന് റിഫ്യൂസ് ചെയ്യരുത്. ഞാൻ എഴുതൂല എന്ന് പറയരുത്, അവൻ എഴുതണം. സുബ്ഹാനല്ലാഹ്, അത് അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സദഖയായിരിക്കണം, അല്ലെ. വലായ കാത്തിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ്. ഇവിടെ കമാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേറെ ഒരു അർത്ഥം കൂടെ ഉണ്ട്, പോലെ, അല്ലെ. അള്ളാഹു അവനെ പഠിപ്പിച്ചു, അള്ളാഹു അവനോട് വളരെയധികം ജനറസ് ആയിട്ട്, അല്ലെ, വളരെയധികം കാരുണ്യത്തോടു കൂടി അവൻ അള്ളാഹു അവനോട് എത്രത്തോളം കാരുണ്യം കാണിച്ചു ഈ കാര്യത്തിൽ, ഈ കാര്യം പഠിപ്പിക്കുന്നതിൽ, അതേപോലെ അവൻ മറ്റുള്ളവരോടും കാരുണ്യം കാണിക്കണം, അല്ലെ. അള്ളാഹു അവൻ എത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് അള്ളാഹു അവനെ അത് പഠിപ്പിച്ചത്, എത്രത്തോളം കാരുണ്യത്തോടു കൂടിയാണ് അവൻ അത് പഠിപ്പിച്ചത്, അതുപോലെ അവനും ആളുകളോട് അത് കാരുണ്യത്തോടു കൂടി അത് ചെയ്തു കൊടുക്കണം, അവന്റെ സ്കില്ല് ഉപയോഗിച്ച്. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കറിയാം സദക്ക എന്ന് പറയുന്നത് ജസ്റ്റ് പൈസ കൊടുക്കലല്ല, അല്ലെ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കലല്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സദക്ക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് സ്കില്ലുണ്ടോ അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കലാണ്, അല്ലെ. അള്ളാന്റെ മാർഗത്തിൽ പൈസ സ്പെൻഡ് ചെയ്യൽ മാത്രമല്ല സദക്ക, നമ്മളെ തന്നെ സ്പെൻഡ് ചെയ്യലാണ്. നമ്മളെ തന്നെ എങ്ങനെയാ സ്പെൻഡ് ചെയ്യുക അള്ളാന്റെ മാർഗത്തില്? നമ്മളുടെ കഴിവ്, നമ്മളുടെ സമയം, നമ്മുടെ ശാരീരിക ക്ഷമത, നമ്മുടെ മാനസിക ക്ഷമത, നമ്മളുടെ ബുദ്ധി, അല്ലെ, നമ്മളുടെ ഹിക്മത്ത്, അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കല് സദക്കയാണ്, അല്ലെ. അള്ളാഹു നമുക്ക് തന്നതൊക്കെയും, അള്ളാഹു തന്നതിൽ നിന്ന്, അള്ളാഹു തന്ന റിസ്കിൽ നിന്ന് എല്ലാം ചെലവഴിക്കലാണ് സദക്ക. സുബ്ഹാനല്ലാഹ്. അത് ദീനിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിന്റെ ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദക്കയാണ്, നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും സദക്കയാണ്, ഒരു വഴി നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുന്നത് സദക്കയാണ്, കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് കാഴ്ചയാവുന്നത് സദക്കയാണ്, അയാളുടെ മാർഗത്തിൽ നിന്ന് ഒരു കല്ല് പാറ മാറ്റുന്നത് അല്ലെങ്കിൽ ഒരു മുള്ളിനെ മാറ്റുന്നത് സദക്കയാണ്, ഒരു ആള് ബക്കറ്റിൽ നിന്ന് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിന് പ്രയാസപ്പെടുമ്പോൾ അതിന് സഹായിക്കുന്നത് സദക്കയാണ്, അല്ലെ. അപ്പം എല്ലാം നമ്മളെ കൊണ്ട്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള എല്ലാ കഴിവുകളും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് അള്ളാന്റെ മാർഗത്തിൽ, അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ച് പ്രയോജനപ്രദമാകുന്നതൊക്കെയും സദക്കയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അത് നമ്മളെ ഡ്യൂട്ടി അല്ല, അല്ലെ. ഇപ്പൊ ഒരാൾ ക്ലീൻ ചെയ്യാണ്, അയാള് വീട് ക്ലീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അയാളുടെ മുറ്റം ക്ലീൻ ചെയ്യുന്നത് നമ്മളെ ഡ്യൂട്ടിയാണോ? നമുക്ക് അതിന് പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും നമ്മളെ ചോദ്യം ചെയ്യും, നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്? ഇല്ല. പക്ഷെ നമ്മളത് വില്ലിംഗ്ലി ചെയ്യുകയാണെങ്കിൽ, അല്ലെ, അപ്പം അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ച് നമ്മൾ അയാളെ സഹായിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഭാഗത്തു നിന്നുള്ള സദക്കയാണ്. അപ്പം അതേപോലെ ഇവിടെ ഈ സ്ക്രൈബ്, കാത്തിബ് അയാളോട് എഴുതാൻ പറയുമ്പോൾ എഴുതാതിരിക്കരുത്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെ, ഒരു സ്പെഷ്യൽ ടാലന്റ് കൊടുത്തിട്ടുണ്ട്. അത് അവന് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കരുത്. അള്ളാഹ് ഒരു വ്യക്തിയൊക്കെ അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവിനെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ. നമ്മൾ ഈ ആയത്ത് മുന്നേ കണ്ടിട്ടുള്ളതാണ്, അല്ലെ, അള്ളാഹിന്റെ ലഅനത്തിന്റെ കാര്യം. സുബ്ഹാനല്ലാഹ്. അറിവ് കിട്ടിയിട്ട് അത് മറച്ചു വെച്ചാലും, അള്ളാഹു നമുക്ക് ഒരു കാര്യത്തെ കുറിച്ചുള്ള ക്ലാരിറ്റി തന്നിട്ടുണ്ട്, അതിന് നമുക്ക് നമ്മളെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ ഉത്തരം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ മറച്ചു വെക്കുക, ഞാൻ കൊടുക്കൂലെന്ന് തീരുമാനിക്കുക, അങ്ങനെ പറ്റുമോ? ഇല്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്. അറിവ് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷയും ഭയങ്കരമാണ്. യൗമുൽ ഖിയാമയിൽ തീന്റെ കടിഞ്ഞാണ് വെച്ചിട്ടാണ്, അതായത് ഒരു കുതിരനെ കടിഞ്ഞാണിടുന്നത്, മുക്കയറിടാന്ന് പറയും, അല്ലെ, അത് തീ കൊണ്ടുള്ള കടിഞ്ഞാണായിരിക്കും യൗമുൽ ഖിയാമയിൽ അങ്ങനെയുള്ള ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം അറിവിനെ മറച്ചു വെക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. അപ്പം ഇവിടെ ഇയാൾക്കുള്ള അറിവാണ്, ഇയാൾക്ക് അള്ളാഹു കൊടുത്താൽ അല്ലമഹു, അല്ലെ, അള്ളാഹു അയാളെ പഠിപ്പിച്ചതാണ്, അതിനെ അയാളെ മറച്ചു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു തെറ്റാണ്. അപ്പം അതുപോലെ ഒരാൾക്ക് എഴുതാൻ അറിയാന്ന് വെക്കുക, സാമ്പത്തിക ഇടപാടുകൾ എഴുതാൻ അറിയാന്ന് വെക്കുക. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ അയാളുടെ അടുത്ത് ചോദിക്കും, ഇതൊന്ന് വരുമോ, ഇതൊന്ന് എഴുതി വെക്കോ. വേറൊരാൾ വിളിക്കും, ഒന്ന് വരുമോ, ഇതൊന്ന് എഴുതി വെക്കോ. അയാൾ പറയും, ആ ശരി ഞാൻ വരാം. അങ്ങനെ അയാൾ അവിടെ പോകണം, എഴുതുന്നു. വേറൊരാൾ വിളിക്കുന്നു, അവിടെ പോകണം, എഴുതി വെക്കുന്നു. അപ്പൊ നമ്മളെ അടുത്ത് പൊതുവെ, അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും, അത് ചെയ്യോ, ഇത് ചെയ്യോ, അത് പറഞ്ഞുതരോ, ഇത് പറഞ്ഞുതരോ, അതിന് തരുതരോ, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഇയാൾ ഇങ്ങനെ എഴുതാൻ വിളിച്ചോണ്ടേയിരിക്കുമ്പോൾ അയാൾ വിചാരിക്കും, അപ്പൊ എന്റെ ജീവിതവും, അയാളുടെ ജീവിതത്തിലും അയാൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അല്ലെ.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് അതിന് പൈസയും ചാർജ് ചെയ്യാം. ഓക്കെ, അയാൾക്ക് പൈസ വാങ്ങാം അതിന്. കാരണം അയാളുടെ സമയം മുഴുവനും ഇയാൾക്ക് ഉള്ള ഈ സ്കില്ലിന്റെ പേരിൽ, അല്ലെ, ഇയാൾ ഒരു കാത്തിബ് ആയതിന്റെ പേരിൽ, ഇയാൾ ഈ ഒരു കോൺട്രാക്ട് എഴുതാൻ കഴിവുള്ള വ്യക്തി ആയതിന്റെ പേരിൽ അയാളുടെ സമയം മുഴുവൻ ഇതിനകത്ത് പോവാണ്, അല്ലെ. അപ്പൊ അയാൾക്ക് അയാളുടെ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ട സമയം കൂടെ ഇതിന് പോകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ടൊരു ചാർജും ഈടാക്കാം. ഓക്കെ, അപ്പൊ അയാൾ ഫുൾ ടൈം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതാക്കുകയാണെങ്കിൽ അയാൾക്ക് അതിന് ചാർജ് ഈടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ വലായ ബകാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ് ഫൽയക്തുബ്. അപ്പോ അവൻ എഴുതണം. ഇവിടെ വീണ്ടും ഫൽ, ഓക്കെ, ലാം ഉണ്ട്. ആര്? ഈ എഴുത്തുകാരൻ. ഇവിടെ ഇങ്ങനെ വീണ്ടും 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 എഴുതുന്ന കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെ. തിരിച്ചും മറിച്ചും ഒക്കെ ഈ കാഫ് താബ റൂട്ട് വരുന്ന വാക്കുകൾ എത്ര പ്രാവശ്യമായി വരുന്നത്, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ്, സാമ്പത്തിക ഇടപാടുകൾ എഴുതുന്ന കാര്യത്തിൽ, ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇമ്പോർട്ടൻസ് അത്രയാണ് ഇസ്ലാമിൽ. ഓക്കെ, കാരണം ആൾക്കാര് മറന്നുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഫൽയക്തുബ്. ഇനി ഇയാൾ എഴുതാൻ പോവാണ്. ഓക്കെ, ഈ കാത്തിബ് എഴുതാൻ തീരുമാനിച്ചു. പക്ഷെ ഇയാളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം, അല്ലെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ കടം ഇടപാടുണ്ട്, ഞാൻ എഴുതാണ്, ഓക്കെ. പക്ഷെ എന്താ എഴുതേണ്ടത്? ആരാ ഇയാളെടുത്ത് പറയാ എന്താ എഴുതേണ്ടതെന്ന്? കൊടുത്ത ആളോ വാങ്ങുന്ന ആളോ? ആരാണോ കടം കൊടുത്തത് അയാളാണോ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വാങ്ങുന്ന ആളാണോ? നമുക്ക് നോക്കാം അള്ളാഹു എന്താ പറയുന്നത്. വൽ യുംലിൽ. അവൻ ഡിക്റ്റേറ്റ് ചെയ്യണം. ഡിക്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്കറിയാം, പറഞ്ഞു കൊടുക്കാം. ഇവിടെ വീണ്ടും ഒരു ലാം വിത്ത് സുക്കൂൻ ഉണ്ട്. വൽ യുംലിൽ, ഷുഡ്, അല്ലെ, അവൻ ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ വൽ യക്തുബ് കണ്ടു, അതേപോലെ വൽ യുംലിൽ ചെയ്യണം. യുംലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ലെറ്റർ മീം ലാം ലാം. ഇംലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെടുത്ത് ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് എഴുതിക്കാം. ഓക്കെ, നമ്മൾ ഡിക്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അത് എഴുതുന്നതിനാണ് ഡിക്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെ. അപ്പം അതേപോലെ ഒരാളടുത്ത് ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്നതിനാണ് ഇംലാൽ എന്ന് പറയുന്നത്. അപ്പം എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ആർക്ക്? ഈ കാത്തിബിന്. ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലദി, യാതൊരുവൻ, അലൈഹി, അവന്റെ മേലാണ്, അൽ ഹഖ്, ബാധ്യത. ആരുടെ മേലാണോ ബാധ്യത അവനാണ്. ആരുടെ മേലെ ബാധ്യത? അതായത് കടം തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത, അല്ലെ. കടം വാങ്ങിയ ആള്, ഡെപ്റ്റർ, കടക്കാരനാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. അയാളാണ് പൈസ വാങ്ങുന്നത്, അല്ലെ. അപ്പം അയാൾക്ക് വേണ്ടിയാണ് സമയം നീട്ടിക്കൊടുത്തത്. അപ്പൊ ഒരു 5000 രൂപ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് വാങ്ങാണ്, ഞാൻ നിനക്ക് അടുത്ത ആഴ്ച തിങ്കളാഴ്ച രാവിലെ തരാം എന്ന് പറയുമ്പോൾ വാങ്ങിയ ആൾ ആരാണോ അയാളാണ് എന്ത്? അല്ലദി അലൈഹിൽ ഹഖ്, അവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആർക്ക്? എഴുതുന്ന ആൾക്ക്, കാത്തിബിന് അതിന്റെ കോൺട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. കാരണം പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയായിരിക്കും, അല്ലെ. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ, ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളടുത്ത് കുറെ പോയിന്റ്സ് ഒക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്, അല്ലെ. നമ്മൾ മുഴുവനൊന്നും കേൾക്കൂല, കാരണം നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ക്ലാസ് ഞാൻ പറഞ്ഞു തരുന്നത് കൊണ്ട് എനിക്കിതിൽ ഓരോ വാക്കും ഓരോ പോയിന്റിലും ക്ലാരിറ്റി ഉണ്ടെങ്കിലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനിക്ക് എന്തെങ്കിലും ആലോചിച്ചിരുന്നിട്ട് പറയാൻ പറ്റില്ല, അല്ലെ. പക്ഷെ കേൾക്കുന്നവരുടെ മനസ്സിൽ കൂടെയും മുമ്പ് കൂടെയും പലതും പോകണുണ്ടാവും. അതുകൊണ്ട് പല പോയിന്റ്സും മിസ്സാവുന്നുണ്ടാവും, അല്ലെ. അതുകൊണ്ടല്ലേ ക്ലാസ് കഴിയുമ്പോൾ എനിക്കിത് പറഞ്ഞതാ ക്ലാസ്സിൽ എന്ന് പറയേണ്ടി വരുന്നത്, അല്ലെ. അപ്പം അതുപോലെയാണ്, കേൾക്കുന്ന ആൾക്ക് മിസ്സാവും പലതും. ഓക്കെ, പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും, മറന്നു പോവില്ല. അപ്പം ഈ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? കടം വാങ്ങിയ ആളാണ്, അല്ലെ. അയാൾക്കാണ് നല്ല ക്ലാരിറ്റി ഉണ്ടാവുക, ഇത്ര പൈസ ഇത്ര സമയത്ത് കൊടുക്കണം എന്നുള്ളത്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ആള് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഇത്ര എമൗണ്ട് ഇന്ന ഡേറ്റിൽ തിരിച്ചു തരും എന്നുള്ളത് എഴുതാം. സുബ്ഹാനല്ലാഹ്. അയാൾക്കാണ് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് അറിയുക, കാരണം അയാളാണ് കടം വാങ്ങുന്നത്. അയാൾക്കാണ് ശരിക്കും ബോധം ഉണ്ടാവേണ്ടത് തിരിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെ കൊടുക്കണം? ഫുള്ളായിട്ടാണോ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണോ, ഏത് ഡേറ്റിൽ കൊടുക്കണം? സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആളുകൾ ചീറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെയാണല്ലേ. എന്താ ടേംസ് എന്ന് അറിയാതെ കോൺട്രാക്ട് സൈൻ ചെയ്യും, പിന്നെ മനസ്സിലാവോ ഇത്രയൊക്കെ കൊടുക്കണം എന്നല്ലേ. ചെറിയ അക്ഷരങ്ങളിലായിരിക്കും മിക്കവാറും ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമ്മളൊന്നും വായിക്കാറുമില്ല, അല്ലെ.
ഓ ഇത്രയും ചെറുത് എങ്ങനെയാ വായിക്കാന്ന്, എന്നിട്ട് നമ്മൾ ഒന്നും അറിയാണ്ട് സൈനും ചെയ്ത് കൊടുക്കും. പിന്നെ വന്ന് പറയും ആ പൈസ കൊടുക്കണം, ഈ പൈസ കൊടുക്കണം, ആ ചാർജ് കൊടുക്കണം, ഈ ചാർജ് കൊടുക്കണം. സംഭവിക്കാറില്ലേ നമുക്കൊക്കെ അല്ലേ? അപ്പം കടം വാങ്ങുന്ന ആള് ശരിക്കും ബോധവാനായിരിക്കണം. എപ്പൊ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. അപ്പം അയാളാണ് ഇത് ഡിക്റ്റേറ്റ് ചെയ്യാൻ, പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ബാധ്യസ്ഥത ഉള്ള ആള്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു പറയാണ് അയാൾ പറഞ്ഞു കൊടുക്കണം. തുടർന്ന് പറയുന്നുണ്ട് വൽയത്തഖില്ലാഹ റബ്ബഹു, അവൻ അവന്റെ റബ്ബിനെ ഭയക്കട്ടെ, അല്ലെ, സൂക്ഷിക്കട്ടെ. ഇവിടെയും ലാം വിത്ത് സുക്കൂൻ ഉണ്ട്. വൽയത്തഖ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട് ഷുഡ്, അല്ലെ, അവൻ അള്ളാഹുവിനെ ഭയക്കണം. എല്ലാം വല്യക്തു വല്യുംലിൽ വല്യത്തഖ്. സുബ്ഹാനല്ലാഹ്. എല്ലാ സ്ഥലത്തും അള്ളാഹു കൽപ്പന പറയണം, അല്ലെ, ഭയക്കണം. കാരണം അവൻ നീതിപൂർവ്വമായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. മറ്റേ ആളെ പറ്റിക്കാൻ പാടില്ല, അല്ലെ. ക്ലിയർ അല്ലാതെ അല്ലെങ്കിൽ ഇത്തിരി അങ്ങോട്ട് കുറച്ച് അല്ലെങ്കിൽ കൂട്ടിയൊന്നും അയാൾക്ക്, അല്ലെ, സമയം കൂട്ടി പൈസ കുറച്ചൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അയാൾ അള്ളാഹുവിനെ ഭയക്കണം. അള്ളാഹുവിന്റെ ശിക്ഷയെ അവൻ ഭയക്കണം. വല്യത്തഖില്ലാഹ റബ്ബഹു. മാത്രമല്ല വലാ യബ്ഖസ് മിൻഹു ഷൈഅ, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കാനും പാടില്ല. ബഖസീൻ, ബഖ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും കുറയ്ക്കാം. ഓക്കെ, അത് ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും കുറയ്ക്കുന്നതാവാം, ടൈപ്പിൽ കുറയ്ക്കുന്നതാവാം, ക്വാളിറ്റിയിൽ കുറയ്ക്കുന്നതാവാം. അവൻ അതിൽ നിന്ന് ഒന്നും, മിൻഹു ഷൈഅൻ, ഒന്നും കുറയ്ക്കാൻ പാടില്ല. ഇനി എങ്ങനെയൊക്കെയാണ് ഈ കുറവ് വരുത്തുന്നത് നോക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റി, അല്ലെ. ഒരാൾക്ക് 5000 രൂപയാണ് ഇപ്പം ഞാൻ ഒരാളിൽ നിന്ന് 5000 രൂപയാണ് വാങ്ങുന്നത്. ഞാനാണ് കടക്കാരൻ, അല്ലെ. ഞാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാത്തിബിന് 5000 എന്ന്. അപ്പൊ ഞാൻ കാത്തിബ് എഴുതുമ്പം, കാത്തിബ് എന്ന് പറഞ്ഞത് മൂന്നാമത് ഒരാളാണ്, അല്ലെ. എഴുതുമ്പോൾ 5000ത്തിന് പകരം പറയാം 500 എന്ന്. ക്വാണ്ടിറ്റി കുറച്ചല്ലേ. ഞാൻ പറഞ്ഞ പോലെയാണ് ഇയാൾ എഴുതേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പം അയാളൊന്നും കുറയ്ക്കാനേ പാടില്ല, ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പാടില്ല. വലാ യബ്ഖസ് മിൻഹു ഷൈഅൻ. ഇനി ടൈം, 1 മന്ത് എന്ന് പറഞ്ഞത് 1 ഇയർ ആക്കാണ്, പാടില്ല. രണ്ടാമത് ക്വാളിറ്റി. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് പൈസ അല്ല വാങ്ങുന്നത്, എന്തെങ്കിലും സാധനമാണ് നോക്കാം. ഒരു ധാന്യം, കുറച്ച് ഇത്ര കിലോ ധാന്യമാണ് തരുന്നത് നോക്കാം. അപ്പം വാങ്ങുന്നത് ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് കൊയ്ത്ത് നടത്തിയ ധാന്യമാണ്. പക്ഷെ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ എവിടെയും പറയുന്നില്ല. ഓക്കെ, കടക്കാരൻ ഞാനാണ്, കൊടുക്കേണ്ടത് ഞാനാണ്. പക്ഷെ എഴുതി വെക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. അപ്പൊ കൊടുക്കുമ്പോൾ ഒരു കൊല്ലം പഴയ ധാന്യം തിരിച്ചു കൊടുക്കുകയാണ്. അവിടെ ക്വാളിറ്റിയിൽ കുറവ് വരുത്തി. അപ്പം ആ ഒരു ടേംസ് അതിനകത്ത് മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഫ്രീസ് ചെയ്ത ധാന്യം കൊടുക്കുകയാണ്, അവിടെ ക്വാളിറ്റിയിൽ കുറവ്, അല്ലെ. അല്ലെങ്കിൽ ഒരു ജ്വല്ലറി, സ്വർണം എന്തെങ്കിലും കടം വാങ്ങാണ്. ഓക്കെ, ആരുടെ അടുത്ത് ഇങ്ങനെ ഒരു നെക്ലസ് കടം വാങ്ങാണ്. അപ്പം എഴുത്തിൽ എഴുതിയത് ഈ സ്വർണം തിരിച്ചു കൊടുക്കണം എന്നാണ്. തിരിച്ചു കൊടുക്കുമ്പം അതിന്റെ മുകളിലുള്ള ഡയമണ്ട് ഒക്കെ ഇങ്ങോട്ട് പെറുക്കി എടുത്ത് വെച്ചിട്ട് കൊടുക്കുക. അവിടെ ക്വാളിറ്റിയിൽ കുറവ് വരുത്തുകയാണ്, അല്ലെ. കാരണം എഴുതിയത് എന്താ, സ്വർണം മാത്രമാണ്, കല്ലുകളെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതേപോലെ ടൈപ്പില് മാറ്റം വരുത്തുക. ഇപ്പം ഉദാഹരണത്തിന് ഇന്നത്തെ കാലത്ത് നിൽക്കുന്ന ഈ ഡ്രസ്സുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന, ഈവൻ കല്യാണ ഡ്രസ്സുകൾ പോലും വാടകയ്ക്ക് കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്, അല്ലെ. അപ്പൊ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയണേ. അപ്പം അതിന് ചിലപ്പം സ്കേർട്ട് ഉണ്ടാവും, ടോപ്പ് ഉണ്ടാവും, ഷോൾ ഉണ്ടാവും, ഇനി അതിന്റെ ഇന്നർ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം എഴുതുന്നതിൽ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കുക. തിരിച്ചു തരുമ്പോൾ ആ ഐറ്റം മിസ്സാവുകയാണ്. അപ്പൊ ആ ടൈപ്പില്, ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളുടെ അതിനകത്ത് ടൈപ്പില് ഒരു സാധനം മിസ്സാക്കുക, എണ്ണം കുറയ്ക്കുക. ഇതൊന്നും പാടില്ല. ഒരു തരത്തിലുള്ള കുറവുകളും വരുത്താൻ പാടില്ല. വലാ യബ്ഖസ് മിൻഹു ഷൈഅ, ഒന്നും കുറയ്ക്കാൻ പാടില്ല. അപ്പൊ അയാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെ, കടക്കാരനാണ്, കടം വാങ്ങിയ ആളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അയാള് പറഞ്ഞു കൊടുക്കുമ്പം എത്ര കാലത്തേക്ക്, എന്ന് കൊടുക്കണം, എത്ര എമൗണ്ട് കൊടുക്കണം, എന്ത് ടൈപ്പ് കൊടുക്കണം, എന്ത് ക്വാളിറ്റി കൊടുക്കണം എന്നുള്ള, പൈസ അല്ലാത്ത കേസിലാണ് ഈ ടൈപ്പും ക്വാളിറ്റിയും ഒക്കെ വരുന്നത്. എല്ലാം കറക്റ്റ് ആയിട്ട് ഓരോ ഡീറ്റെയിലും ഒന്നും മിസ്സാക്കാതെ പറഞ്ഞു കൊടുക്കണം. ഒരു കൺഫ്യൂഷനും ഒരു ക്ലാരിറ്റി കുറവും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇല്ലെങ്കിൽ ഇത് പിന്നെ വീണ്ടും പ്രശ്നമാവും, അല്ലെ. അള്ളാഹു പറയണ വലാ യബ്ഖസ് മിൻഹു ഷൈഅ. ഇനി ഈ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ഇയാൾക്ക് ഇല്ലെങ്കിലോ? കാരണം കടക്കാരൻ വാങ്ങുന്ന ആൾക്ക് ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ, അത് കാത്തിബിനെ കൊണ്ട് എഴുതിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ലെങ്കിലോ? പല റീസൺസ് ഉണ്ടാവാം, അല്ലെ. അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാതിരിക്കാൻ എന്തൊക്കെയാണ് അള്ളാഹു പറയുന്നത്. ഫഇൻ കാന, അവനായിരുന്നെങ്കിൽ, ആര്, അല്ലദീ അലൈഹിൽ ഹഖ്, ആരുടെ മേലാണോ ബാധ്യത, ആര്, കടക്കാരൻ, അല്ലെ. കടക്കാരൻ ആയിരുന്നെങ്കിൽ, എന്തായിരുന്നെങ്കിൽ,
സഫീഹൻ, അയാൾ സഫീഹ് ആയിരുന്നെങ്കിൽ, സഫീഹ് എന്ന് പറഞ്ഞാൽ ഫുളിഷ്, വിഡ്ഢി. ഓക്കെ, സഫ നമ്മൾ മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ ഒരു വാക്ക് അല്ലെ. അപ്പം ഫൂളിഷ്നെസ് അല്ലെങ്കിൽ വിഡ്ഢിത്തം, ഒന്നെങ്കിൽ അയാൾ ചൈൽഡിഷ് ആയിട്ട് കുട്ടിത്തം അല്ലെങ്കിൽ മെച്ചോറിറ്റി എത്താത്ത ആളായിരിക്കുക. സഫീഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിരിക്കുന്നതിനാണ് സഫീഹ എന്ന് പറയാം. അപ്പൊ അയാളുടെ ചിന്തയിൽ ഒരു മെച്ചോറിറ്റി എന്താണ് മെച്ചോർ അല്ലാത്ത ആളായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളായിരിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും അയാളെ മനസ്സ് മാറ്റാൻ പെട്ടെന്ന് ആൾക്കാർക്ക് ചീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെ പല ലെവലിലുള്ള സഫീഹകൾ ഉണ്ടാവാം. ഓക്കെ, അതായത് കംപ്ലീറ്റ് അറിവില്ലായ്മയുടെ പേരിൽ അയാൾ സഫീഹ ആയിരിക്കാം. വേറെ ഒന്നെന്ന് പറയുന്നത് അയാൾക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുകൊണ്ട് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാത്ത ആൾക്കാർ. ഓക്കെ, അതും ഒരു റിയാലിറ്റിയാണ് അല്ലെ. അയാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്, അതുകൊണ്ട് അയാൾ എന്നുവെച്ചാൽ മാനസിക പ്രശ്നമുള്ള ആൾക്ക് കൊടുക്കാനും വാങ്ങാനും പറ്റൂല എന്നല്ല ഇവിടെ പറയുന്നത്. അയാൾക്ക് അത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ, അതായത് കടത്തിന്റെ ആ ഒരു കോൺട്രാക്ട് എഴുതാൻ വേണ്ടിയിട്ട് അയാൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ വേറെ ആൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പം അയാൾക്ക് പറ്റാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. കാരണം മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് അവർക്ക് തെറാപ്പി ഒക്കെ ആക്കി അയാൾ ചിലപ്പം ബെറ്റർ ആവുന്നുണ്ടാവും. പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് ഈ കോൺട്രാക്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ. അതിലേക്കാണ് ഇവിടെ എത്തുന്നത്. സഫീഹ് എന്ന് പറയുന്നത് പല രീതികളിലാവാം. ഞാൻ പറഞ്ഞു, ഒന്ന് ഇൽമില്ലാത്തതിന്റെ കാരണം. ഓക്കെ, ഇപ്പം ഈ ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്ട് എഴുതുമ്പോൾ നമ്മളൊക്കെ പലരും, പ്രത്യേകിച്ച് സ്ത്രീകൾ ശരിക്കും സഫീഹകളാണ് അല്ലെ. നമുക്ക് പലപ്പോഴും അറിയൂല ഇതിന്റെ ടേംസ് എന്താ, കണ്ടീഷൻസ് എന്താ. നമ്മളുടെയൊക്കെ മിക്ക ഇതുപോലത്തെ വലിയ വലിയ സാമ്പത്തിക ഇടപാടുകളും കൊടുക്കലും വാങ്ങലുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അല്ലെ വീട്ടിലെ പുരുഷന്മാരായിരിക്കും ചെയ്യുന്നത്, ഭർത്താക്കന്മാരും അപ്പന്മാര് സഹോദരന്മാരൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം നമുക്കിതിനെ കുറിച്ച് അറിയില്ല. അതൊരു സഫീഹിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, കാരണം നമ്മൾ ചിലപ്പോൾ അതിന് എന്തെങ്കിലും വായിച്ചും എഴുതിയോ ഒപ്പിട്ടോ കൊടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും വിഡ്ഢിത്തമായി പോയേക്കാം, അതിൽ എഴുതിയെന്താന്ന് നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യം വന്നേക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെ ഇൽമില്ലാത്തതിന്റെ കാരണത്താല് സഫീഹാവാന്നുള്ളത്. ഇനി പ്രായത്തിന്റെ കാരണം, ചെറുപ്പാണ് ഒരാള്, ഓക്കെ, ഫിനാൻഷ്യൽ മാറ്റേഴ്സിലേക്ക് അറിയാൻ, ഇപ്പം നമ്മളെ മക്കളൊക്കെ ഏതെങ്കിലും നാട്ടില് പഠിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ അപ്പാർട്ട്മെന്റ് ഒക്കെ റെന്റ് എടുക്കുമ്പോൾ അവരുടെ പ്രായത്തിന്റെ കുറവ് കാരണം പലപ്പോഴും ഈ റെന്റൽ അഗ്രിമെന്റ് ഒക്കെ പാരന്റ്സിന്റെ പേരിൽ അല്ലെ, ഇപ്പം റെന്റ് കൊടുക്കണം എന്നുള്ള ആ ഒരു ബാധ്യത അവരെ മേലെ വെക്കുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അത്ര പൈസ ഇല്ലെങ്കിൽ ആ റെന്റ് കൊടുക്കുന്ന ആൾക്കാർ അതിന് തയ്യാറാവില്ല അല്ലെ. അപ്പം പാരന്റ്സിന്റെ പേരിൽ അങ്ങനെ ആരുടെ അക്കൗണ്ടിലാണോ പൈസ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ആർക്കാണുള്ള അവരെ ഗ്യാരണ്ടർ ആയിട്ട് വെച്ചിട്ടാണ് ചെയ്യുക അല്ലെ. അപ്പം അതുപോലെ പ്രായത്തിന്റെ കുറവ് കാരണം സഫീഹ് ആയിരിക്കാം. പിന്നെ സഫീഹ് ആവാനുള്ള വേറൊരു കാരണം എന്ന് വെച്ചാല് ഞാൻ മെന്റൽ ഇഷ്യൂസ് പറഞ്ഞു, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം, പ്രായത്തിന് എൽമിന്റെ കുറവ് കാരണം. ഓക്കെ, അപ്പം ഈ 3 കാരണങ്ങളാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇതല്ലാത്ത വേറെ റീസൺസും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെ വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പൈസന്റെ ഇടപാടുകളെ കുറിച്ച് വലിയ സെൻസ് ഇല്ലാത്ത ആള്, അതായത് പൈസ എത്ര കിട്ടിക്കഴിഞ്ഞാലും അതിൽ ആവശ്യമായിട്ട് അടിച്ചു തീർക്കുന്ന, ചെലവഴിച്ച് തീർക്കുന്ന, എന്ത് കിട്ടിയാലും എന്ത് കണ്ടാലും വാങ്ങുന്ന, എന്തിനും കൊടുത്ത് തീർക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഒരു പക്ഷേ അല്ലെ ആ ഒരു സംഭവം പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു കഴിവ് അയാൾക്ക് ചിലപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാത്ത ആൾക്കാരായതിന്റെ പേരിൽ, അയാളുടെ ലൈഫ് സ്റ്റൈല് കാരണം ഇമ്പോർട്ടൻസ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ അയാളെയും ഇതിൽ സഫീഹിൽ പെടുത്താം. അപ്പം അയാൾ സഫീഹ് ആണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ വീക്ക് ആണെങ്കിൽ, വീക്ക്നെസ് എന്ന് പറയുന്നത് പല രീതിയിലാവാം. ഒന്ന്, അയാളുടെ മെമ്മറിക്ക് വീക്ക്നെസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അയാൾക്ക് അത്യാവശ്യത്തിന് എക്സ്പീരിയൻസും ഉണ്ട്, പ്രായവും ഉണ്ട്, അയാൾ അങ്ങനെ പൈസ വേസ്റ്റ് ആക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ അയാൾക്ക് ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ട് ഒരു മെമ്മറി വീക്ക്നെസ് ഉള്ള ആളാന്ന് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നതിന്റെ പേരിൽ മെമ്മറിക്ക് ഓർമ്മയ്ക്ക് ചെറിയ പെശകുള്ള ആളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം വൈഫാണ്, ഏതെങ്കിലും രീതിയിലുള്ള വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഏജ് കാരണം, അല്ലെങ്കിൽ ഏജ് കുറവ് കാരണം, ഏജ് കൂടുതൽ കാരണം, അതല്ലെങ്കിൽ മെമ്മറി അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം, ഇനി ഈവൻ സംസാരിക്കാൻ അല്ലെ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അയാൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റണം, സംസാരിക്കാൻ കഴിവില്ലാത്ത ആൾ, അല്ലെങ്കിൽ സ്റ്റാമർ ചെയ്യുന്ന വിക്കുള്ള ആൾ, അയാൾ പറഞ്ഞു കൊടുത്താൽ ശരിക്കും എഴുതുന്ന ആൾക്ക് ശരിക്കും എഴുതാൻ പറ്റൂല എന്നുള്ള സാഹചര്യമാണെങ്കിൽ അയാൾക്ക് കടം വാങ്ങണമെങ്കിൽ അയാൾക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല അല്ലെ. അപ്പം എന്ത് ചെയ്യാം, അതൊക്കെ ഈ കണ്ടീഷൻസിൽ വരുന്നതാണ് സഫീഹൻ ഔ വഈഫൻ. ഓക്കെ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ദീനിലേക്ക് ഓരോ ടൈപ്പ് ആളുകളെയും ഇവിടെ അക്നോളജ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തെങ്കിലും ഒരു കഴിവുകേടുള്ള
എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള അയാൾക്ക് ഒരു സാമ്പത്തിക ബാധ്യത വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കടം വാങ്ങാൻ പറ്റൂലേ? അയാൾക്കും കടം വാങ്ങാം. അതിനുള്ള ആൾട്ടർനേറ്റീവ് നമ്മുടെ ദീനിലുണ്ടല്ലേ? എന്ത് പ്രയാസമുള്ള ആൾക്കാരാണെങ്കിലും ഇതുപോലെ ഒരു കോൺട്രാക്ട് അയാൾക്ക് വേണമെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, അയാൾക്ക് പൈസ കടം വാങ്ങാൻ പറ്റില്ല എന്നല്ല അല്ലെ, അയാൾക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിന് വേറൊരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അറിവില്ലായ്മ ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് പൈസ കടം വേണോ, ഇല്ല ഇനി വാങ്ങരുത് എന്നാണോ ദീൻ പറയുന്നത്? അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇനി ഭാഷ അറിയാത്ത പ്രശ്നം ഉണ്ടാവും അല്ലെ, നമ്മളെ നാട്ടിലേക്ക് പുറത്തുനിന്ന് വന്ന ഒരാൾ, അയാൾക്ക് മലയാളം അറിയില്ല, അയാൾക്ക് കടം വാങ്ങണം, എന്ത് ചെയ്യും? അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഈ എഴുത്തുകാരൻ മലയാളി ആണെങ്കിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തിരിച്ചു വരാം, ഇംഗ്ലീഷ് നമ്മളെ മക്കളൊക്കെ ചിലപ്പോൾ പുറത്ത് മാത്രം പഠിച്ചു വന്നിട്ട് അവർക്ക് മലയാളം അറിയണ്ടാവില്ല, എഴുത്തുകാരൻ മലയാളി ആയിരിക്കും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ പല രീതിയിൽ പല സാഹചര്യങ്ങൾ വരാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾക്ക് കടം വാങ്ങാൻ പാടില്ല എന്നല്ല അവിടുത്തെ നിയമം, അതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ലാ യസ്തതിഅ, അവന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇസ്തിതാ ത്വാ വാവ് ഐൻ, ഇസ്തിതാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്, ലാ യസ്തതിഅ അവന് കഴിവില്ല എന്നുണ്ടെങ്കിൽ, അയ്യുമില്ല, അതായത് ഈ കാരണത്താലെല്ലാം അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അവന് സ്വയം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അവന് ഇത് സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ ടേംസ് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ അവന് ടെൻഷൻ ആവുന്ന ഒരു ടൈപ്പാണ്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു ഫല്യുംലിൽ, പറഞ്ഞു കൊടുക്കണം. ആര്? വലിയുഹു, അവന്റെ വലിയ, ഓക്കെ, അവന്റെ ഗാർഡിയൻ അവന് വേണ്ടിയിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അവന് പകരം അവന്റെ ഗാർഡിയൻ, അവന്റെ വലിയ. സുബ്ഹാനല്ലാഹ്. ഇനി ആരായിരിക്കാം വലിയ? പിതാവായിരിക്കാം അല്ലെ, മാതാപിതാക്കൾ ഏതെങ്കിലും ഒരാളാവാം, അമ്മാവനാവാം, ഏതെങ്കിലും ഒരു റിലേറ്റീവ് ആവാം, ഇവൻ ഒരു വക്കീലാവാം, ഒരു ഫ്രണ്ട് ആവാം, അതായത് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാള് ആവാം. ഫല്യുംലിൽ വലിയോ, അവന്റെ വലിയ അവന് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്? അവിടെയും കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ബിൽ അദ്ൽ, നീതിയോടുകൂടി. അപ്പം കടത്തിന്റെ കാര്യം അവന് വേണ്ടിയിട്ട് അവന്റെ വലിയ പറഞ്ഞു കൊടുക്കുമ്പം അവിടെയും നീതി വേണം അല്ലെ? അക്യുറേറ്റ് ആയിട്ട്, എമൗണ്ട് തെറ്റിക്കാണ്ട്, സമയം തെറ്റിക്കാണ്ട്, ഡീറ്റെയിൽസ് തെറ്റിക്കാണ്ട്, ഫെയർ ആയിട്ട്, ഇസ്ലാമിക നിയമപ്രകാരം വേണം അത് പറഞ്ഞു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം ആഴത്തിലാണ് ഡീറ്റെയിൽസ് പോണത് എന്നൊന്ന് നോക്കിയേക്കാ. സുബ്ഹാനല്ലാഹ്. ഒന്നും മിസ്സാക്കിയിട്ടില്ല, ഒരു ടൈപ്പ് ആൾക്കാരെയും മിസ്സാക്കിയിട്ടില്ല അല്ലെ? ആർക്കും കടം വാങ്ങാം, കടം വാങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നിയമങ്ങളുണ്ട്, അത് അനുസരിക്കണം എന്നുള്ളതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ഏരിയയിലും അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് തരട്ടെ. അതിലുള്ള ഈമാനിലേക്ക്, കാരണം ഇവിടെയൊക്കെ യാ അയ്യുഹല്ലദീന ആമനു ആണല്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഈമാനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എത്തിക്കട്ടെ. കാരണം ഈമാൻ ഉള്ളിടത്ത് അമൽ സാലിഹാത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ? നമ്മൾ എന്ത് കാര്യത്തിലും അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാന്റെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഈമാനിലേക്ക് നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. അള്ളാഹു എല്ലാ കാര്യങ്ങളും എല്ലാ അമലുകളും അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന തഖ്വയുള്ള ആളുകളാകുന്ന കാര്യത്തിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പവും തൗഫീഖും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين.
فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.